ഗുഡ് ഈവനിങ്. മാറ്റ്നി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഞായറാഴ്ചകൾ മനോഹരം, സന്തോഷകരം, ഹൃദയപൂർവ്വമാക്കാൻ പാട്ടിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒത്തിരിയും പാട്ടുകാരെ നമ്മൾ ഓർമ്മിപ്പിക്കും, മ്യൂസിക് ഡയറക്ടേഴ്സിനെ നമ്മൾ ഓർക്കും, അവരുടെ പാട്ടുകൾ നമ്മുടെ സ്വന്തം ശൈലിയിൽ പാടും. അങ്ങനെ വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് 77ാമത്തെ സെഷനാണ്. അപ്പൊ ഇന്ന് നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും പ്രഗത്ഭനായ തബല ഉപയോഗിക്കുന്ന സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കൊന്ന് ഓർക്കാം. മനോജ് സാറിലൂടെ നമുക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള അറിവുകൾ കൂടുതൽ സ്വീകരിക്കാം. അതുപോലെ തന്നെ ഇന്ന് ക്രിസ്മസിന്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളാണ്. അതുകൊണ്ട് ക്രിസ്മസിന്റെ പാട്ടുകളും ലഹനാൻ സാറിൽ നിന്ന് ക്രിസ്മസ് സന്ദേശവും കേൾക്കാം. അതിനുശേഷം നമുക്ക് ആസ് യൂഷ്വൽ പാട്ടുകളുമായിട്ട് സലിൽ ചൗധരിയുടെ മാധുര്യത്തിലേക്ക് ഷാബു സാറിന്റെ കൂടെ യാത്ര ചെയ്യാം. സോ ഇന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്തു. അതോടൊപ്പം ക്രിസ്മസിന്റെ എല്ലാ ആശംസകളോടും കൂടെ മനോജ് കുമാർ സാറിനെ ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുക. മനോജ് സാർ, യു ആർ വെൽക്കം. ഇത്രയും എപ്പിസോഡുകളൊക്കെ കഴിഞ്ഞു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പാട്ടുകളെ കുറിച്ചും പാട്ടുകാരെ കുറിച്ചും സംഗീത സംവിധായകരെ കുറിച്ചും എഴുത്തുകാരെ കുറിച്ചൊക്കെയാണ് നമ്മളുടെ ഈ ഷാബു സാറും ജോസഫ് ജോൺ സാറും ഒക്കെ വന്ന് പ്രസന്റ് ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് ഇപ്പൊ ഷാബു സാറ് സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവർക്കും അറിയാം, സക്കീർ ഹുസൈൻ എന്ന തബല മാന്ത്രികൻ നമ്മളോട് ഇപ്പൊ വിട പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബർ 15 അപ്പൊ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഓർക്കുകയും അവർക്ക് വേണ്ടി ഒരു ട്രിബ്യൂട്ടൊക്കെ ചെയ്യുന്നത് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളാണ്. ആ കൂട്ടത്തിലാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്രിബ്യൂട്ട് ടു ദ ഗ്രേറ്റ് സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു ട്രിബ്യൂട്ട് നമ്മളിപ്പോൾ നടത്തുന്നത്. സാബു സാർ എന്നെ ഇതിനുവേണ്ടി ക്ഷണിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ നമുക്കറിയാം, സക്കീർ ഹുസൈനെ അറിയാത്തവരായിട്ട് സംഗീതം കേൾക്കുന്നവരുടെ ഇടയിൽ ഉണ്ടോ എന്ന് എനിക്ക് വളരെ സംശയമാണ്. അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള വീഡിയോകളും ഒക്കെ നമ്മൾ കാണാറുണ്ട്, പരിപാടികൾ കേൾക്കാറുണ്ട്. അപ്പോൾ സക്കീർ ഹുസൈൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ തെളിയുന്ന ഒരു രൂപമുണ്ട്. അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ഒരു ശില്പി ശരിക്കും കൊത്തിവെച്ച ഒരു മനോഹര ശില്പം പോലെയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ തന്നെ. അദ്ദേഹത്തിൻ്റെ മുടി, അദ്ദേഹത്തിൻ്റെ മനോഹരമായ മുഖം, അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലും ഒരു മനോഹരമായ, അത് എങ്ങനെ അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹം നമ്മളോട് ഇന്നില്ല. അത് കാലചക്രങ്ങളുടെ തീരുമാനങ്ങൾ കൂടെ ഒക്കെയാണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ തബലയുടെ സമാനതകളില്ലാത്ത വിദഗ്ധനായിരുന്ന ഉസ്താദ് എന്നാണ് സക്കീർ ഹുസൈനെ കൂട്ടിച്ചേർത്ത് സംഗീത ലോകത്തിൽ എപ്പോഴും വിശേഷിപ്പിക്കാറ്. അദ്ദേഹം ഉസ്താദാണ്. ഉസ്താദ് എന്നുള്ള പദവി തന്നെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള യാത്രയിലൊക്കെ അറിവും ഒക്കെ ഉള്ളവർക്ക് ഉസ്താദ് എന്നുള്ള പേര് പോലും അങ്ങനെ ഒരു പ്രിഫിക്സ് ആയിട്ട് കിട്ടാറുള്ളൂ. ഉസ്താദ് സക്കീർ ഹുസൈനെ ഓർക്കാനും അദ്ദേഹത്തെ ആദരിക്കാനും ഒക്കെ നമുക്ക് ഇന്ന് ഈ പ്ലാറ്റ്ഫോം, അതിനാണ് നമ്മൾ ഇന്ന് ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. ഒരു 30 സെക്കൻഡ്സ് ഒരു മൗന പ്രാർത്ഥന സക്കീർ ഹുസൈൻ്റെ മനസ്സിലൊന്ന് എല്ലാവർക്കും ഓർത്ത് സാർ, ഒരു 30 സെക്കൻഡ്സ് ഒരു മൗന പ്രാർത്ഥനയായിട്ട് സക്കീർ ഹുസൈനെ ഒന്ന് ഓർക്കാം. അങ്ങനെ ആയിക്കോട്ടെ ഈ പരിപാടി നമ്മൾ തുടങ്ങുന്നത്. ആയിക്കോട്ടെ. അപ്പോൾ 30 സെക്കൻഡ്സിനുള്ളിൽ എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു രൂപം തെളിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹത്തെ കുറിച്ച് എനിക്കറിയാവുന്ന ഒരു ഇൻട്രഡക്ഷൻ മാത്രം പറയുന്ന ശേഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു PPT ഒക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാം. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ പറയണം. 1951 മാർച്ച് 9 മുംബൈയിൽ ആണ് സക്കീർ ഹുസൈൻ ജനിച്ചത്. ശരിക്കും സക്കീർ ഹുസൈൻ്റെ ജീവിതം, ആ ജീവിത താളം ഒരു സിംഫണിയുടെ രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ ജനനവും ഇപ്പൊ ഈ മരണം വരെ അങ്ങനെയായിരുന്നു. ഒരു സിംഫണി നമ്മൾ എങ്ങനെ കേൾക്കുന്നു അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ തബല വാദനമൊക്കെ കേട്ടാൽ നമുക്ക് തോന്നുന്നത്. അത്ര സൂത്തിങ് ആണ് സക്കീർ ഹുസൈൻ തബല വായിക്കുന്നത് കേൾക്കാൻ. ഓക്കെ,
ഈ 2024 ഡിസംബർ 15 അദ്ദേഹം വിടവാങ്ങി. സംഗീത ലോകത്തു നിന്നും ഒക്കെ വിടവാങ്ങിയത് വലിയൊരു, ശരിക്കും പറഞ്ഞ ഒരു ഗ്യാപ്പ്, ഒരു ശൂന്യത സൃഷ്ടിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അതുപോലെ ഈ കലാകാരന്മാരൊക്കെ പോകുമ്പോൾ അത്രമാത്രം ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞില്ല. കാര്യം അതൊരു വലിയ ഗ്യാപ്പ് സൃഷ്ടിച്ചിട്ട് തന്നെയാണ് സക്കീർ ഹുസൈൻ നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത എല്ലാവർക്കും വളരെ ഒരു വേദനയാണ് ശരിക്കും. ഇപ്പൊ അദ്ദേഹം ഇല്ലല്ലോ എന്ന് പറയും. 73 വയസ്സോളം ഉണ്ടായ സക്കീർ ഹുസൈൻ, എങ്കിലും അദ്ദേഹം ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ പലർക്കും ഒരു വേദന തോന്നാറുണ്ട്. അത്ര പിന്നെ ഒരു വേദന സൃഷ്ടിച്ചിട്ടാണ് അദ്ദേഹം കടന്നുപോയത്. ശരിക്കും സക്കീർ ഹുസൈൻ വെറും ഒരു സംഗീതജ്ഞൻ ആയിരുന്നില്ല. ഓക്കെ, തബല കൊണ്ട് നേടാൻ കഴിയുന്ന കാര്യങ്ങളുടെ അതിരുകള് പുനർനിർവചിച്ച് ഒരു വലിയ വീക്ഷണമുള്ള ആളായിരുന്നു അദ്ദേഹം. നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ തബല എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റ്, 2 പീസ് ഇൻസ്ട്രുമെന്റ് ആണ്. പക്ഷേ സക്കീർ ഹുസൈൻ്റെ ജീവിതം നോക്കുവാണെങ്കിൽ തബല അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ വലിയ ദീർഘവീക്ഷണവും അതിനെ ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ എത്തിച്ചവരിൽ ഏറ്റവും മുൻപന്തിയിലാണ് ശരിക്കും പറഞ്ഞാൽ സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞ മഹത്തായ കലാകാരനുള്ളത്. അദ്ദേഹം ചെറുപ്പം മുതലേ തന്നെ തൻ്റെ പിതാവായ ഉസ്താദ് അള്ളാരഖയാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്. അദ്ദേഹം ഉസ്താദ് എന്ന് ചേർത്താണ് ഈ സംഗീത ലോകത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഉസ്താദ് അള്ളാരഖയുടെ ശിക്ഷണത്തിലായിരുന്നു, മകനെ പഠിപ്പിച്ച് ഗുരുവായിരുന്നു ശരിക്കും പറഞ്ഞാൽ അള്ളാരഖ. അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ സക്കീറിന് താളങ്ങൾ പഠിച്ചത് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഒരു കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ടാണ്. ഏതാണ്ട് 7-ാം വയസ്സിൽ തന്നെ അദ്ദേഹം ആദ്യമായി ഒരു സംഗീത പരിപാടിക്ക് തബല വായിച്ചു എന്നാണ് പറയുന്നത്, 7-ാം വയസ്സിൽ. അപ്പൊ അത്രമാത്രം പിതാവിൽ നിന്ന് പഠിച്ച് ഇവരുടെ കൂടെ ഒക്കെ ഇരുന്ന് വായിക്കാനുള്ള വൈദഗ്ധ്യം 7-ാം വയസ്സിൽ തന്നെ അദ്ദേഹം നേടിയെടുത്തിരുന്നു. പിന്നെ അങ്ങനെ കാലങ്ങൾ പോയി 1970 ആയപ്പോഴത്തേക്കാണ് സംഗീതത്തോടുള്ള ഒരു സമാനതയില്ലാത്ത വൈദഗ്ധ്യം അദ്ദേഹം പല നൂതന മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം തന്നെ സ്വായത്തമാക്കി. അതിന് പല ലോകത്തുള്ള പല മ്യൂസീഷ്യൻസ്മാരുമായിട്ടും, ഇപ്പോൾ വെസ്റ്റേൺ വേൾഡിലൊക്കെയുള്ള മ്യൂസീഷ്യന്മാർ പോലുമായിട്ടൊക്കെ അദ്ദേഹം ചേർന്ന് സംഗീത പരിപാടികൾ 1970 മുതൽ അവതരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തൻ്റെ ഈ പ്രശസ്തമായ കരിയർ 1970 തുടങ്ങുന്നത് സക്കീർ ഹുസൈൻ. അപ്പം ഈ വിവിധ കലാകാരന്മാരുമായിട്ട് സഹകരിച്ച് ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തെയാണ് അദ്ദേഹം ലോകത്തിൻ്റെ മുന്നിൽ ശരിക്കും പറഞ്ഞാൽ പ്രചരിപ്പിച്ചത്. അതിനും ഒരു വലിയൊരു പങ്ക് സക്കീർ ഹുസൈൻ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിന്, നമ്മൾ കേൾക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതം അടക്കം ഇന്ത്യൻ സംഗീതത്തിന് ഏറ്റവും വലിയ പ്രചാരം നേടിക്കൊടുത്തതിൽ ഒരാളാണ് പിന്നെ ഈ നമ്മുടെ ഉസ്താദ് സക്കീർ ഹുസൈൻ. അതുപോലെ തന്നെ ജോർജ് ഹാരിസൺ, ജോൺ മെക്ലോഗിൻ, മിക്കി ഹാർട്ട് തുടങ്ങിയ പ്രശസ്ത സംഗീതജ്ഞരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സഹകരണം തബലയുടെ പുതിയ മാനങ്ങളാണ് ശരിക്കും പറഞ്ഞ സംഗീത ലോകം കേട്ടത്. അത് അദ്ദേഹം പരിപാടികൾക്ക് വായിക്കുക മാത്രമല്ല, അത് പ്രേക്ഷകർക്ക് വളരെ, അദ്ദേഹത്തിന്റെ പരിപാടികൾക്ക് കേട്ടല്ല, അത് വളരെ പരിചയപ്പെടുത്തും. അദ്ദേഹത്തിന്റെ പരിപാടി കാണാനിരിക്കുന്നവരുമായിട്ട് അദ്ദേഹം വളരെ സംവാദിക്കാറുണ്ട്. വളരെ ചുരുക്കം ഒരു ആൾക്ക് തബലയൊക്കെ വായിക്കുന്നവർ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. സക്കീർ ഹുസൈനെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതായത് വളരെ ഇൻറ്റിമസി ആയിട്ട് പ്രേക്ഷകരുമായിട്ടൊക്കെ അദ്ദേഹം സംവാദിക്കുകയും അതിൻ്റെ ചൊല്ലുകളൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ചെറിയ അദ്ദേഹം വലിയൊരു അധ്യാപകനും കൂടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. സ്റ്റേജിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം അത് എല്ലാവരും പറഞ്ഞു കൊടുക്കുക. അപ്പം അങ്ങനെ സംഗീതത്തിന്റെ പുതിയ സംസ്കാരങ്ങളെ അദ്ദേഹം ഒരു സാർവത്രിക ഭാഷ എന്ന് വേണമെങ്കിൽ പറയാതിനെ അങ്ങനെ ഒരു ആഴത്തിലുള്ള ഒരു വളർച്ചയാണ് ഇന്ത്യൻ സംഗീതത്തിനും തബലയ്ക്കും ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ഈ സക്കീർ ഹുസൈൻ നടത്തിയത്. അദ്ദേഹത്തിന് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ തുടങ്ങിയ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്കി ഹാർട്ട് എന്ന് പറയുന്ന ഒരു വേൾഡ് റിനൗണ്ട് മ്യൂസീഷ്യൻ ഉണ്ട്. അദ്ദേഹമായിട്ട് സഹകരിച്ച് പ്ലാന്റം ഡ്രം എന്നൊരു ആൽബം 1992 ഗ്രാമി അവാർഡ് പോലും നേടിത്തന്നിട്ടുണ്ട്. സക്കീർ ഹുസൈന് കിട്ടിയിട്ടുണ്ട് ഗ്രാമി അവാർഡ്. അത് തന്നെ ഏറ്റവും വലിയൊരു ലോകം കൊടുക്കുന്ന ഒരു അംഗീകാരം തന്നെയാണത്. ഓക്കെ, അത് പിന്നെ അത് കൂടാതെ പല ശ്രദ്ധേയമായ പ്രകടനങ്ങളും സക്കീർ ഹുസൈന് നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല അധ്യാപകനായിരുന്നു, നല്ലൊരു ഉപദേശം കൊടുക്കുക, ഒരു ഉപദേഷ്ടകനായിരുന്നു. ഈ തബലയുടെയും സംഗീതത്തിനെ കുറിച്ചൊക്കെ നല്ല ക്ലാസ്സുകൾ എടുക്കുക. പ്രശസ്തമായ ലോകത്തിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അദ്ദേഹം പോയി വർക്ക്ഷോപ്പുകൾ, ക്ലാസ്സും ഒക്കെ എടുക്കുമായിരുന്നു. അമേരിക്കയിലുള്ള പിന്നെ പലതര യൂണിവേഴ്സിറ്റികളിലൊക്കെ അദ്ദേഹത്തെ ഒരു സ്പെഷ്യൽ ടീച്ചറായിട്ടൊക്കെ അപ്പോയിന്റ് ചെയ്ത് അദ്ദേഹം വളരെ
വിദഗ്ധമായ രീതിയിൽ വർക്ക്ഷോപ്പുകൾ, ഈ സംഗീതത്തിൻ്റെ ഏറ്റവും ഉന്നതി നിൽക്കുന്ന ആൾക്കാർ പോലും അങ്ങനെയുള്ള സംഗീത വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കുകയായിരുന്നു. അവരെയൊക്കെ അദ്ദേഹം പ്രചോദിപ്പിക്കുകയും അറിവ് നേടിക്കൊടുക്കാനൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള സംഗീതത്തിൻ്റെ ക്ലാസ്സുകൾ, തബലയുടെ ക്ലാസ്സുകളൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ അധ്യാപനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത ഈ തബല വായിക്കാൻ ഇനി വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ജനറേഷൻ ഉണ്ട്, അവർക്ക് പോലും ഇല്ലാത്ത ഒരു 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 ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നൊക്കെ പഠിച്ച് അദ്ദേഹം തന്നെ ക്രിയേറ്റ് എടുത്ത ശൈലി. ശരിക്കും പറഞ്ഞാൽ അത് പ്രത്യേകതയാണ്. അത് ഇനിയും ശരിക്കും അദ്ദേഹം ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അവരിൽ കൂടെയൊക്കെ ഇനി വരാൻ പോകുന്ന ഈ തലമുറയിലൊക്കെ ഉള്ളവർക്ക് അതിനെക്കുറിച്ച് അത് അവർക്കായിരിക്കും അതിൻ്റെ ഗുണം ഏറ്റവും കിട്ടാൻ പോകുന്നത്. അതിൽ സക്കീർ ഹുസൈൻ്റെ സംഗീതം ഒരു നമുക്ക് കേൾവിക്ക് ഒരു ശ്രവണ അനുഭവം മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ തബല വായിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ആത്മീയത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷൻ, ഈ തബല വായിക്കുന്ന പരിപാടികളുടെ ഇടയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മീയ യാത്ര തന്നെ അദ്ദേഹം കൊണ്ടുപോകും കേൾവിക്കാരെ. ഇപ്പൊ സാധാരണ ഈ ശ്രോതാക്കളെയൊക്കെ മറികടന്ന് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ സ്പിരിച്വാലിറ്റിയിലൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന് ധ്യാനം മെഡിറ്റേഷൻ നടത്തുമായിരുന്നു. വളരെ വളരെ അങ്ങനെ ഒരു കാമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ച് ആ സംഗീത ഒരു രൂപമായിട്ടൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ശരിക്കും പറഞ്ഞ ഒരു സോളിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ പോലും അദ്ദേഹം അങ്ങനെ നമ്മുടെയൊക്കെ സോളിനെ തന്നെ ഉയർത്താൻ തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ സ്പിരിച്വാലിറ്റി സംഗീതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും അദ്ദേഹത്തിൻ്റെ. ഓക്കെ, അപ്പം ഇന്ന് സക്കീർ ഹുസൈനെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒരു പാരമ്പര്യമൊക്കെ നമുക്ക് വലിയ പാഠങ്ങളാണ്. പ്രത്യേകിച്ചും സംഗീതം അതൊരു തൊഴിലായിട്ടോ അല്ലെങ്കിൽ സംഗീതം ജീവനോ മാധ്യമമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അദ്ദേഹം വലിയ വലിയ പാഠങ്ങൾ നൽകിയിട്ടാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ പോയിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും മഹത്തായ അദ്ദേഹത്തിൻ്റെ ആ സംഭാവനകളൊക്കെ അദ്ദേഹം ഇല്ലാത്ത ഈ സമയത്ത് നമുക്ക് വളരെ ബഹുമാനപൂർവ്വം നമുക്ക് ഓർക്കാം. അതുപോലെ സംഗീതത്തിൻ്റെ ഒരു സൗന്ദര്യവും ശക്തിയും ഒക്കെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താളങ്ങൾ നമ്മുടെ ഇടനാഴികളിൽ ഇനിയും അത് തുടരും. എല്ലാവർക്കും അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഓർക്കുമ്പോൾ തന്നെ അദ്ദേഹം വിരലിൽ തീർക്കുന്ന പ്രപഞ്ചം, അതിൻ്റെ കുറച്ച് വീഡിയോകളൊക്കെ ഇനി നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക്, ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യവും നമ്മളെ പ്രചോദിപ്പിക്കുകയും ഉയർത്തുകയും ഒക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു. അതോടൊപ്പം നമ്മളോട് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കൂടിയിരിക്കുന്നത് ജോ മാത്യു, എല്ലാവർക്കും കാണാം. ജോമോൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വളരെ വർഷങ്ങളായിട്ട്, ഏതാണ്ട് ഒരു 40-40 വർഷമായിട്ട് നമ്മുടെ കേരളത്തിലെ സംഗീതത്തിലൊക്കെ പല പരിപാടികളിലൊക്കെയും അദ്ദേഹം വായിക്കാറുണ്ട്. അദ്ദേഹത്തിന് ഒരു ഗുരു ഉണ്ടായിരുന്നു, നമ്മുടെ മണിച്ചേട്ടൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പഴയകാല നടി. അദ്ദേഹത്തിൻ്റെ മണിച്ചേട്ടൻ്റെ ശിഷ്യനാണ് ജോമോൻ. വളരെ അധികം പ്രോഗ്രാമുകളും റെക്കോർഡിങ്ങുകളൊക്കെ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ജോമോന് ഇവിടെ മണിച്ചേട്ടൻ്റെ ശിഷ്യൻ തബല വായന തുടങ്ങിയ ശേഷം ഇദ്ദേഹം പല ഉത്തരേന്ത്യയിലൊക്കെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ഉസ്താദുക്കന്മാരുടെ അടുത്ത് ക്ലാസ്സുകൾക്ക് പോയിട്ടുള്ള ഒരു മാന്യദേഹം കൂടെയാണ്. അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പല ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന പല ഉത്തരേന്ത്യയിലടക്കമൊക്കെയുള്ള അല്ലെങ്കിൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള പല തബല വായിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ചെങ്ങന്നൂരിൽ നിന്ന് പോയിട്ട് അതുകൊണ്ട് ഈ തബലയുടെ കുറച്ച് കാര്യങ്ങൾ ജോമോന് എന്താണ് പറയുക എന്നുള്ളത്, സക്കീർ ഹുസൈനെ കുറിച്ച് 2 വാക്ക് ഞങ്ങളോടൊക്കെയും പറയാൻ വേണ്ടി വളരെ ഇതോടുകൂടി ഈ പ്ലാറ്റ്ഫോമിലേക്ക് ജോമോനെ ഞങ്ങളെല്ലാവരും നമ്മുടെ സംഗീത ഈ കൂട്ടായ്മയുടെ പേരിൽ വെൽക്കം ചെയ്യുന്നു. ജോമോൻ, ഓവർ ടു യു. സക്കീർ ഹുസൈനെ കുറിച്ച് ജോമോന് പറയാനുള്ളത് ഞങ്ങൾക്ക് എന്താണെന്നൊന്ന് നമുക്കിപ്പോൾ കേൾക്കാം. ജോമോനെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. കേക്കാവോ? കേക്കാം. അപ്പം സക്കീർ ഹുസൈൻ അല്ലെ സക്കീർ ഭായിയെ പറ്റി പറയുക എന്നുള്ളത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. കാര്യം അത്രയ്ക്ക് വലിയൊരാളിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇപ്പം പ്രത്യേകിച്ച് ഈ അദ്ദേഹത്തിന്റെ വായനയിലെ പ്രത്യേകതയെ പറ്റിയൊക്കെ പറയണമെങ്കിൽ തന്നെ നമുക്കൊരു പരിധിക്ക് അപ്പുറത്തോട്ടുള്ള അറിവുണ്ടായിരിക്കണം. എങ്കിലേ അതിൻ്റെ അകത്ത് അദ്ദേഹം ആ തബലയിൽ കാണിക്കുന്ന മാന്ത്രികമായ ആ ചലനങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് മനസ്സിലാകും. നമ്മളതിലെ സംഗീതം കേൾക്കുന്നു, ആസ്വദിക്കുന്നു, അത്രേ ഉള്ളൂ.
അപ്പൊ അദ്ദേഹത്തിനെ വിലയിരുത്താൻ പോലും സത്യം പറഞ്ഞ അതിനുള്ളൊരു നോളജ് നമുക്കില്ലെന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിനെ ഒന്ന് രണ്ട് അദ്ദേഹത്തിന്റെ ഷോയിൽ എനിക്ക് അദ്ദേഹത്തിനെ പേഴ്സണലായിട്ടൊക്കെ ഒന്ന് അടുത്ത് നിൽക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് വലിയ വലിയ ആൾക്കാരെ, നമ്മളെ പോലുള്ള ചെറിയ ആൾക്കാരെ എല്ലാം അദ്ദേഹം ഒരുപോലെ തന്നെ നമ്മളോട് ആ സ്നേഹം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ലോകത്തിലുള്ള ഏത് ഈ പ്രത്യേകിച്ച് പെർക്കഷൻ താളവാദ്യങ്ങളെ പറ്റിയുള്ള അപാരമായ അറിവാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഇതിന്റെ കൂടെ എല്ലാം തന്നെ ചേർന്നുള്ള ഒരുപാട് പരിപാടി നമ്മൾ യൂട്യൂബിലെല്ലാം നമ്മൾ കാണുന്നത്. അത് സാധാരണക്കാർക്ക് പറ്റത്തില്ല. ഇപ്പൊ അദ്ദേഹം ചെണ്ടയുടെ കൂടെ, ഇപ്പൊ നമ്മൾ മട്ടന്നൂരിന്റെ കൂടെ കണ്ടിട്ടുണ്ട്, ചെണ്ട വായിക്കുന്ന ഒരാളുടെ കൂടെ വായിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള കാര്യമായിരിക്കും അദ്ദേഹം ഈ തബലയിൽ നിന്ന് കേൾപ്പിക്കുന്നത്. അദ്ദേഹം അതുപോലെ തന്നെ കലൈമൂർത്തി, തകിലിൻ്റെ അകത്ത് തകിൽ ചക്രവർത്തിയാണ്, തമിഴ്നാടാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള സോളോകളൊക്കെ നമ്മുടെ ഇതിലെല്ലാം ഉണ്ട്. കലൈമൂർത്തിയുടെ കൂടെ വായിക്കുമ്പോൾ കറക്റ്റ് തകില് അവരെന്ത് വായിക്കുന്നു അത് അതേപടി ഡിക്റ്റോ തിരിച്ചു വായിക്കും. അതുപോലുള്ള പാണ്ഡിത്യം സക്കീർ ഹുസൈനുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റേൺ മ്യൂസിക്, ഫോറിനേഴ്സിന്റെ കൂടെ വലിയ സിംഫണിയുടെ കൂട്ടത്തില്, അതുപോലെ ഡ്രംസിന്റെ കൂട്ടത്തിൽ ഏത് ഇൻസ്ട്രുമെന്റിന്റെ കൂടെയും അദ്ദേഹത്തിന് വായിക്കാനുള്ള അറിവും പഠനവും കഴിവും അദ്ദേഹത്തിന് ഉള്ള ഒരു പ്രത്യേക ആളാണ്. അതുപോലെ ഒരാള് ഇതുവരെ ജനിച്ചിട്ടില്ല, ഇനിയോട്ട് ജനിക്കാൻ പ്രയാസമാണ്. അദ്ദേഹത്തിന്റെ ആ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ തബലയ്ക്ക് നാഥന ഇല്ലാത്ത പോലെ ഒരവസ്ഥയിലാണ് സത്യം പറഞ്ഞു. ഇനി ഞങ്ങൾക്കൊന്ന് പറയാൻ ഒരാളില്ല. ശരിക്കും പറഞ്ഞ ആ സിംഹാസനം അദ്ദേഹത്തിന് വേണ്ടി ഒഴിഞ്ഞു കിടക്കുവാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എനിക്ക് വലുതായിട്ടൊന്നും പറയാനില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയല്ലോ, അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ പറ്റിയല്ലോ, ആ പ്രകടനങ്ങള് അത് തന്നെ നമ്മുടെ ജീവിതം ഇതായി. ഇനിയും പ്രത്യേകിച്ച് ഒന്നും അദ്ദേഹത്തിനെ പറ്റി പറയാനൊന്നും ഇല്ല. അദ്ദേഹത്തിന്റെ വായനയെ പറ്റി പറയാൻ നമ്മൾ ആരുമല്ല, നമ്മൾ ആസ്വദിക്കും, അത്ര മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ പ്രോഗ്രാമിന് വിളിച്ചതിന് മനോജ് സാറിനോട് എന്റെ പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇത്ര ഞാൻ പറഞ്ഞുള്ളൂ, നിർത്തുന്നു. താങ്ക് യു ജോമൻ. വളരെ എന്താണ് ഇതിൽ, അതെ, പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് അധികമായിട്ട് പറയാനെന്ന ഉള്ള ഒരു ആള് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ജോമൻ തന്നെയാണ്. കാര്യം ജോമൻ അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം സക്കീർ ഹുസൈനെ കണ്ട ഒരാള് ജോമനെ ഉള്ളു. അദ്ദേഹത്തിനോട് സംശയം. ഞാനും US വെച്ച് ഇദ്ദേഹത്തിന്റെ ഒരു പരിപാടി കഴിഞ്ഞ വർഷം കേൾക്കാൻ ഞങ്ങൾക്കും ഒരു ഭാഗ്യം ഉണ്ടായിട്ട്, ഞാനും എൻ്റെ കുടുംബം ഉണ്ടായിരുന്നു. പക്ഷെ നേരിട്ട് ഒന്ന് പോയി കാണാനുള്ള അദ്ദേഹം ഇപ്പം ജോമ പറഞ്ഞല്ലോ, എത്ര ചെറിയ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും വളരെ അദ്ദേഹം ആ രീതിയിലൊക്കെ സംസാരിക്കും. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് സമയമൊക്കെ വെച്ചിട്ട് എന്തുകൊണ്ടോ അതിന് സാധിച്ചില്ല. ആ ഒരു വിഷമമുണ്ട്. ആ പ്രോഗ്രാം ഞാൻ നേരിട്ട് ഏതാണ്ട് ഒരു 3-3.5 മണിക്കൂർ വേറൊരു ലോകത്തിൽ തന്നെയായിരുന്നു. അപ്പം അതാണ് സക്കീർ ഭായ്. ഇപ്പൊ ജോവൻ പറഞ്ഞാണ്, ഈ സംഗീത ലോകത്ത് അദ്ദേഹത്തിനെ സക്കീർ ഹുസൈൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എല്ലാവരും സക്കീർ ഭായ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെയാണ് അദ്ദേഹം പെരുമാറുന്നത്. സക്കീർ ഭായ് എന്നാണ് ഇപ്പൊ ജോമ പറഞ്ഞപ്പോഴാണ് ആ കാര്യവും അതൊരു ഓർത്തത്. അപ്പം ഇതാണ് ഈ സംഗീതത്തിലൊക്കെയും ഉള്ള കലാകാരന്മാരെ ഓർക്കുകയും, ഇപ്പൊ ജോമോൻ പറഞ്ഞ നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്തതാണ് ഏറ്റവും വലിയൊരു സുപ്രധാനമായ കാര്യം. സോ താങ്ക് യു ജോമോൻ. വളരെ വാലിഡ് ആയിട്ടുള്ള ഇൻപുട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഇത്രയും പറഞ്ഞതിന് തീർച്ചയായിട്ടും എൻ്റെ നന്ദി, എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി പറയുന്നത്, അതുപോലെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിലും നന്ദി പറയുന്നു. അപ്പം ഞാൻ ഇനി വളരെ വളരെ സക്കീർ ഹുസൈൻ വായിച്ചുള്ള കുറച്ച് വീഡിയോകൾ മാത്രം ഞാൻ ഷെയർ ചെയ്യാം, അദ്ദേഹത്തിനെ ഒന്ന് അറിയാൻ. അതിന് ശേഷം ഈ പ്ലാറ്റ്ഫോമിൽ മറ്റ് ഷാബു സാറൊക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പിന്നെ പരിപാടികൾ ഇനി വരാനുണ്ട്. ഇതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് ഒക്കെ കേൾക്കാം. ഞാൻ ഒന്ന് എൻ്റെ സ്ക്രീനൊന്ന് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. സൗണ്ടും കൂടെ ഇട്ടു ഇടാ സാർ.
അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ എ ട്രിബ്യൂട്ട് ഫ്രം ഓൾ ഓഫ് ഫ്രം അവർ പ്ലാറ്റ്ഫോം. സക്കീർ ഹുസൈൻ്റെ പിതാവായ ഉസ്താദ് അള്ളാരഖയുമായിട്ടിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് കേൾക്കാം. ഇതാണ് അള്ളാരഖ, ഉസ്താദ് അള്ളാരഖ. അപ്പോൾ ഇതാണ് സ്വന്തം പിതാവിൽ നിന്ന് തന്നെ പിതാവിനെ ഗുരുവായിട്ട് കിട്ടുമായിരുന്നു പറഞ്ഞാൽ തന്നെ അത് തന്നെ വലിയൊരു അനുഭവമാണ് ഏത് ഒരു ഫീൽഡിലാണെങ്കിലും. അപ്പോൾ സക്കീർ ഹുസൈന് ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുവും എല്ലാ കാര്യത്തിലുള്ള ഒരു മാർഗദർശി ഉസ്താദ് അള്ളാരഖ തന്നെയായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കേട്ടത്. അടുത്തത് ഉസ്താദ് സക്കീർ ഹുസൈൻ്റെ പേഴ്സണൽ ലൈഫിൽ ഹി വാസ് മാരീഡ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ US ആണ് അദ്ദേഹം സെറ്റിലായിരിക്കുന്നത്. 2 മക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്നിയും ഒരു കഥക് നർത്തകിയും കമ്പോസറും ഒക്കെ ചെയ്യുന്ന ആളാണ്. ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോയിലുള്ള ആൾ അതല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ നമ്മുടെ വീണ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിൽ പെടുന്ന നമ്മുടെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അദ്ദേഹം പ്രസിദ്ധമായ ഒരു വീണ വായിച്ചിരിക്കുന്ന അതിൻ്റെ കൂടെ വായിച്ചിരിക്കുന്നത് നേരത്തെ ജോമോൻ പറഞ്ഞതാണ് അതിൻ്റെ കാര്യം. ഏത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെ സക്കീർ ഭായി തബല വായിച്ചാലും അതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ വീഡിയോയിൽ അത് വളരെ വളരെ സ്പർശമാണ്. ആ വീഡിയോ ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ സമയക്കുറവ് കാരണം ഞാൻ ഇതുപോലെ തന്നെ ഒരുപാട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണാൻ പറ്റിയും താളാത്മകമായ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കാൻ സക്കീർ ഹുസൈൻ അല്ലാതെ ഈ തബല എന്ന് പറഞ്ഞ ഈ ഇൻസ്ട്രുമെന്റിൽ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇതേമാതിരി അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫും ഒക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഉസ്താദ് അള്ളാരഖയുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഇദ്ദേഹം 7ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഒരു ഇങ്ങനത്തെയൊക്കെയുള്ള ഒരു പരിപാടി വായിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയുമ്പോൾ അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന അതിൻ്റെ അന്ന് 7ാം വയസ്സിൽ തന്നെ ഉണ്ടായിരുന്ന പാണ്ഡിത്യമാണ് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം. അടുത്ത വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. Da
ये घोड़े की चाल का रेला है, इसमें घोड़े की चाल का रिदम देखिए। लेकिन उससे पहले एक तिपल्ली देख लीजिए। धान धकते 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 गदीन धातिता धान धकते 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 धातित धान धकते 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 धातित। അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സക്കീർ ഹുസൈനെ ഇങ്ങനെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരുന്ന് കഴിഞ്ഞാൽ ദിവസങ്ങൾ പോലും പോകുന്നു ചിലപ്പോൾ ഒരു പക്ഷേ അറിയില്ല. അപ്പോൾ അതായിരുന്നു ഉസ്താദ് സക്കീർ ഹുസൈൻ. ഇത് വേറൊരു പ്രസിദ്ധമായ വീഡിയോ ആണ്. ഇത് സന്തൂർ എന്ന് പറഞ്ഞ ഉപകരണമാണ്. അതിൻ്റെ കൂടാണ് അദ്ദേഹം വായിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ ഒരു 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 ടോക്കാണ് ആക്ച്വലി ഇത്. ഓക്കെ, ഇത് ഈ ഗുരു ശിഷ്യ ബന്ധത്തെക്കുറിച്ചും ആരാണ് ശരിക്കുള്ള ഒരു ടീച്ചർ എന്നൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് സംഗീതത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ ടോക്ക് ലെറ്റ്സ് ഹിയർ ഫോർ എ വൈൽ. You know, it's very clear, you know, a teacher never teaches. The student learns. This is very important. A student must inspire the teacher to teach, or else there's no point in it. They say, I've heard this from Shivji and so many other artists, that knowledge is like a fast-flowing river. And that river is passing through, just like Lord Shiva, Ganga passes through him. The river of knowledge passes through a teacher, a guru, a friend, a mentor. It doesn't matter. And it's up to the student to be able to get a cup out of that river, or a bucket, or a truckload out of that river. It's up to the student. And so, whenever I played in the room and I was practicing, I was always looking to see if I'm going to get any attention at all from the man. And that attention only came when I actually took the information that was given to me and twisted it to reveal a different angle in it. When I did that, there would be a and then suddenly he would walk and he'd be standing at the doorway and he'll say, okay, da din then theek hai, now do da din then. Suddenly, you know, I had inspired a chain of events in his mind, and then and which allowed him to be able to then just add to what I was doing and say, okay, you've done this and it's good. He wouldn't say it's good, but that's what the reaction to it was. Do this. So inspiration would come. So the teacher would never teach. The student has to get that information out and inspire the teacher to teach you. അപ്പൊ ഇത് കേട്ടല്ലോ സാബു സാറേ, ഇതാണ് ഒരു ടീച്ചറിന്റെ ഒരു ശിഷ്യന്റെയും കഥയാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. അതായിരുന്നു
സക്കീർ ഹുസൈൻ ഒരു 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 ടീച്ചർ എന്നുള്ളതിന് അദ്ദേഹം ഒരു ശിഷ്യൻ എന്നുള്ള നിലയിലും ശിഷ്യന്മാർ ശരിക്കും ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ഫെച്ച് ചെയ്തെടുക്കുന്ന ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പാണ്ഡിത്യത്തിൽ നിന്നൊക്കെ നമ്മൾ വേണം പോയി അത് എടുക്കാനുള്ള ഒരു വലിയ സന്ദേശമാണ്, നമ്മളുടെ അറിവ് എടുക്കാനുള്ള ഒരു സന്ദേശമാണ് ഇതിൽ കൂടെ അദ്ദേഹം പകർന്നു തന്നത്. കാരണം അതിനകത്ത് ഒരു കാര്യമുണ്ട്, ഇതൊരു ഫാസ്റ്റ് ഫ്ലോയിങ് റിവർ എന്നാണ് പറയുന്നത്. കാരണം അത്രമാത്രം ഫാസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സ് നോളജ് ഗുരുക്കന്മാരിൽ നിന്ന് ഒഴുകുമ്പോൾ ചിലവർ കപ്പ് കൊണ്ടോ ചിലർ ബക്കറ്റ് കൊണ്ടോ ഒക്കെ അത് കോരിയെടുക്കും. അപ്പം അത്രമാത്രം എന്താ പറയുക ഇൻസ്പയറിങ് ആയിരിക്കണം ഒരു ടീച്ചർ എന്നാണ്. സൂപ്പർ, ഒരിടത്തു നിന്നും കേട്ടിട്ടില്ല. വണ്ടർഫുൾ. യെസ് സാർ, അബ്സല്യൂട്ട്ലി. താങ്ക് യു സാബു സാർ. വണ്ടർഫുൾ. സാറിൻ്റെ ഒബ്സർവേഷന് നല്ലതാണ്. അതാണ് അപ്പോൾ നമുക്ക് അറിവ് നേടണമെങ്കിൽ നമ്മൾ ആ കപ്പുമായിട്ട് പോവുക, കുടമായിട്ട് പോവുക, കലമായിട്ട് പോവുക എന്നൊക്കെ ഉള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ അറിയേണ്ട ഒരു കാര്യം കൊണ്ടാണ് എന്താണ് പഠനമെന്നും അതെങ്ങനെ പഠിക്കണമെന്നൊക്കെ കുറച്ച് ചെറിയ ഹിൻ്റാണ് അദ്ദേഹം നൽകിയത്. ഇതാണ് ജോമോനെ മുമ്പേ പറഞ്ഞ ഇദ്ദേഹം ചെണ്ട, നമ്മുടെ മട്ടന്നൂർ പിന്നെ ഉസ്താദാണ്. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നാണ് ഇത് കേരളത്തിൽ തൃശ്ശൂർ നടന്ന ഒരു പരിപാടിയാണ്. ഇതേക്കുറിച്ചാണ് കുറച്ച് മുന്നേ ജോമോന് നമ്മളോട് സംസാരിച്ചത്. നമുക്ക് ഇതൊന്ന് കേട്ടു നോക്കാം എങ്ങനെയായിരുന്നു ഈ പരിപാടി. അപ്പോൾ ഇതാണ് ജോമോൻ നേരത്തെ സൂചിപ്പിച്ചത്. ചെണ്ടയിൽ എന്ന് പറയുന്ന ആ ഇൻസ്ട്രുമെന്റിൽ നിന്ന് വായിക്കുന്ന അതേ സാധനം തന്നെ ഒരു മാറ്റവും ഇല്ലാതെ അതേ താളക്രമത്തിലും അദ്ദേഹം മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്തു വായിച്ചോ സക്കീർ ഹുസൈൻ വായിച്ചിട്ടുണ്ട്. അതാണ് ജോമോൻ മുമ്പേ പറഞ്ഞ കാര്യം. നമുക്ക് സമയക്കുറവാണ്. അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഫ്ലൂട്ടാണ്. അപ്പോൾ അതാണ് സമയക്കുറവ് കാരണം ഞാൻ ഓരോ വിവിധ അടുത്ത ഒരു വീഡിയോ കൂടെ പ്ലേ ചെയ്യാം. അടുത്ത ചെറിയ ചെറിയ വീഡിയോകളാണ്. അതൊക്കെ ഇതിനു ശേഷം പഠിക്കും.
ഇതിന് ജുഗൽബന്ദി എന്നാണ് അറിയപ്പെടുന്നത്. രണ്ട് ഇൻസ്ട്രുമെന്റ് കൂടെ ചേർന്ന് വായിക്കുന്നതാണ് ജുഗൽബന്ദി. അത് ഇതിനകത്ത് നമുക്ക് മൃദംഗവും തബലയും കാണാം. നിരവധി അവാർഡുകൾ സക്കീർ ഹുസൈന്, ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന് കിട്ടാത്ത അവാർഡുകളൊന്നും തന്നെയില്ല. നമ്മുടെ രാജ്യം തന്നെ അദ്ദേഹത്തെ എല്ലാ തരത്തിലുള്ള അവാർഡുകൾ കൊണ്ട് ആദരിച്ച ഒരു 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 കാര്യം കൂടെ സക്കീർ ഹുസൈൻ്റെ കാര്യത്തിൽ ഏതായാലും സംഭവിച്ചിട്ടുണ്ട്. അതുപോലുള്ള ഒരു ആദരവിൽ അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അദ്ദേഹം വിരലുകൾ കൊണ്ട് ആണ് തബല വായിക്കുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ ചേഷ്ടകളും, അദ്ദേഹത്തിൻ്റെ ഫേസിൽ വരുന്ന, മുഖത്ത് വരുന്ന എല്ലാ എക്സ്പ്രഷനും ഒക്കെ നോക്കിയാൽ അതിനെക്കുറിച്ച് വിവരിക്കാൻ തന്നെ ഒരു കലയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എൻ്റെ വാക്കുകൾക്കൊന്നും അത് സത്യം പറയാൻ അറിയുന്നില്ല, വാക്കുകൾ പോലും പറയാനായിട്ട് പറ്റുന്നില്ല. അത്ര മനോഹരവിധമായിട്ടാണ് അദ്ദേഹം തബല വായിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് നോക്കിയാൽ തന്നെ അറിയാം എന്തെല്ലാം ഭാവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്നത് പോലും നമുക്ക്. ഇദ്ദേഹം ഒരു പല സിനിമകൾ, വളരെ ചുരുക്ക സിനിമകളിലൊക്കെ ഇദ്ദേഹത്തിന്റെ സംഗീത സംവിധാനം ചെയ്യുമായിരുന്നു സക്കീർ ഹുസൈൻ. അതിന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി സംഗീത ഒരു ഫിലിമിന്റെ ഒരു പോർഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് നമുക്ക് ഈ പരിപാടിയുടെ ഒരു പകുതി ഭാഗമായുള്ള ഒന്ന് കൺക്ലൂഡ് ചെയ്യണം. അദ്ദേഹം അതുകൊണ്ട് ഇത്രയും പറഞ്ഞ കേട്ട, നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത സക്കീർ ഹുസൈന്റെ ഈ തബലവാദനത്തിലൂടെ കുറച്ച് ചുരുങ്ങിയ വാക്കുകളിലൊന്ന് ഒരു സംക്ഷിപ്തമായ ഒരു കൺക്ലൂഷൻ നമുക്ക് വേണമായിരുന്നു. ജോമ, ഞാൻ പറയണം ചുരുക്കവാക്കുകളിൽ നമ്മളിപ്പോ ഇത് കണ്ടു. ശരിക്കും പറഞ്ഞാല് നമുക്ക് സമയമേ ഇല്ല. അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ ഒരു ഏറ്റവും ചെറിയൊരു മൂലയാണ് നമ്മളിപ്പോ കണ്ടത്. ഇതിന്റെ അപ്പുറത്തോട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും, സങ്കല്പിക്കാൻ മേലാത്ത പോലുള്ള പ്രകടനങ്ങൾ ഒരുപാട് അദ്ദേഹത്തിന്റെ കിടക്കുകയാണ് ഇങ്ങനെ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരിത് നമുക്ക് ഇത്രയെങ്കിലും ഒന്ന് ആസ്വദിക്കാൻ പറ്റി. ഇതിങ്ങനെ കാണാനിരുന്ന 1, 2, 4 ദിവസം ഇരുന്നാലും തീരാത്ത പോലുള്ള സംഗതികൾ ഇങ്ങനെ റെക്കോർഡഡായിട്ട് കിടപ്പുണ്ട്. അപ്പൊ ഇത്രയെങ്കിലും ഒന്ന് അദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സാധിച്ചല്ലോ, അത് തന്നെ വളരെ സന്തോഷം. താങ്ക് യു മനോജ്. താങ്ക് യു സാർ, താങ്ക് യു. മനോജ് സാർ മ്യൂട്ടാ. അപ്പോൾ നമുക്ക് സാർ നമ്മുടെ പരിപാടി കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ സക്കീർ ഹുസൈൻ, ഉസ്താദ് സക്കീർ ഹുസൈൻ തന്നെ പറയണം. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഈ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുക ഈ വാലിഡ് സമയമുണ്ടല്ലോ, അത് വളരെ വിലപ്പെട്ടതായിരുന്നു. ഈ ഞായറാഴ്ചയിൽ
ഇനിയാണ് മനുഷ്യഹൃദയങ്ങളിലാണ് ഇനിയും സക്കീർ ഭായി ജീവിക്കാൻ പോകുന്ന ഈ പറയുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തബല കാണുമ്പോൾ ഒരു പക്ഷേ ഇനിയും തബലയുടെ എവിടെയെങ്കിലും പ്രോഗ്രാമിനോ തബല കാണുമ്പോൾ ഒരു പക്ഷേ സക്കീർ ഹുസൈൻ, ഉസ്താദ് സക്കീർ ഹുസൈൻ്റെ മുഖമായിരിക്കും നമ്മുടെയൊക്കെ ഉള്ളിൽ ഇനിയും കാണാൻ പോകുന്നത്. ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെയും എൻ്റെ പ്രിയ സുഹൃത്ത് ജോമോൻ്റെയും ഹൃദയത്തിൻ്റെ ഭാഷ എല്ലാവർക്കും നല്ലൊരു സായനം തരും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. വളരെ മനോഹരമായ ഒരു സന്ധ്യ. കാരണം നമുക്കറിയാം, പലപ്പോഴും നമ്മൾ തബല വായിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ മുഖത്താണ് ശ്രദ്ധിക്കുന്നത്, അതിന് ഭാവപകർച്ചകൾ, അല്ലേ? ബോഡി ലാംഗ്വേജ് അത്ര വ്യത്യസ്തമായ ഒരു ബോഡി ലാംഗ്വേജാണ്. ഒരുപക്ഷെ ജോമൻ സാറിനൊക്കെ കൃത്യമായിട്ട് തബലയുടെ പാട്ടൊക്കെ അറിയായിരിക്കും, നമുക്കത് അത്ര അറിയത്തില്ല. പക്ഷെ നമുക്ക് അദ്ദേഹം വായിക്കുമ്പം മുഖത്ത് കാണുന്ന എക്സ്പ്രഷനിലൂടെയാണ്, ചെവി കൊണ്ട് കേൾക്കുകയും അദ്ദേഹത്തിന്റെ മുഖത്തേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. അപ്പം അത്ര മനോഹരമായിട്ടുള്ള ഒരു അവതരണമായിരുന്നു. മനോഹരം. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത സെഷനിലേക്ക് പോകാം. ഉലയനൻ സാറിൻ്റെ ഒരു ക്രിസ്മസ് സന്ദേശത്തോടു കൂടി നമുക്ക് നേരെ ഷാബു സാറിലേക്ക് പോകാം. ഉലയനൻ സാർ. സക്കീർ ഹുസൈൻ സാറിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് 2 ദിവസങ്ങൾക്കകം നാം കൊണ്ടാടാൻ പോകുന്ന ക്രിസ്മസിന് ഇന്ന് ഒരു സന്ദേശം നൽകാനാണ് സാബു സാർ എന്നെ ഏൽപ്പിച്ചത്. തബലവാദനം കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായ ഒരു ആസ്വാദനത്തിൽ നിന്നൊരൽപ്പം മാറി നിന്നുകൊണ്ട് ക്രിസ്മസ് എന്ന ആ ഉത്സവത്തെ ഏറ്റവും ചെറിയ വാക്കുകളിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മരണത്തെ 3 നാൾ കൊണ്ട് കീഴടക്കിയ ദൈവപുത്രൻ ജനിച്ച ദിവസമാണ് നാം ക്രിസ്മസ് എന്ന പേരിൽ ലോകമെമ്പാടും ജാതി മത ഭേദമന്യേ ആഘോഷമായി കൊണ്ടാടുന്നത്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് ആശംസിച്ച ദൈവപുത്രൻ ജീസസ് ക്രൈസ്റ്റ് എല്ലാ വികാരങ്ങളെക്കാൾ ഉന്നതമായ വികാരം സ്നേഹമാണെന്ന് നമ്മെ പഠിപ്പിച്ച യേശുദേവൻ, എളിയവനിൽ എളിയവനായ യേശുദേവൻ ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിലായിരുന്നു. എളിമയുടെ മകുടോദാഹരണവും അത് തന്നെ. അദ്ദേഹം പറഞ്ഞു, അയൽക്കാരനെ സ്നേഹിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്തതും യേശു തന്നെയായിരുന്നു. ശത്രുവിനെ സ്നേഹിക്കാനും ശത്രുവിനോട് ക്ഷമിക്കാനും നമ്മളെ പഠിപ്പിച്ചത് യേശുദേവന്റെ വാക്കുകൾ നമ്മെ പഠിപ്പിച്ചു. യേശുദേവന്റെ വാക്കുകളെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പൂർണ്ണമായും നാം അംഗീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ തിരുപ്പിറവി നമുക്കിന്ന് ഓർമ്മിക്കാം. ആ തിരുപ്പിറവി ക്രിസ്മസ് ആഘോഷം അയൽക്കാരോടൊപ്പം നമുക്ക് ആഘോഷിക്കാം. നമുക്ക് ക്ഷമിക്കാനുള്ള ആഹ്വാനം. അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ച യേശുവിൻ്റെ ജന്മദിനം നമുക്കിന്ന് ആഘോഷിക്കാം. മാറ്റ്നി ഫ്രീ വെബിനാറിന്റെ ഈ പ്ലാറ്റ്ഫോമിന്റെ പേരിൽ എക്സ്മസിന്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഷാബു സാർ. Yes. Okay. Thank you, Lenan sir. Thank you, Manoj sir. ഞാൻ ഓഡിബിൾ ആണോ? യെസ്. ഓക്കെ. എന്തായാലും ഇന്നത്തെ ഈ ദിവസം തന്നെ ധന്യമായി എന്ന് ആദ്യമായി പറയുകയാണ്. കാരണം സാക്കിർ ഹുസൈൻ സാറിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോയിൽ കൂടിയും അതുപോലെ തന്നെ വിവരണത്തിൽ കൂടെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വളരെ ഭംഗിയായിട്ട് മനോജ് സാർ കൊണ്ടുവന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു അവസരം കിട്ടിയതാണ്, പക്ഷെ സാധിച്ചില്ല അദ്ദേഹത്തെ കാണുവാനായിട്ട്. പെരുവനം എന്നുള്ള ഒരു ദേശത്താണ് അദ്ദേഹം വന്നത്. നേരത്തെ നമ്മളൊരു ജുഗൽബന്ദി കണ്ടല്ലോ, മട്ടന്നൂരായിട്ടുള്ള ഒരു ജുഗൽബന്ദി. പെരുവനം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ഉള്ളു, പെരുവനം എന്നുള്ള ഒരു ഗ്രാമം. അപ്പം നമ്മുടെ പെരുവനം കുട്ടർമാരാരുടെ ജന്മസ്ഥലമൊക്കെയാണ് അത്. അപ്പൊ അവിടെ വെച്ചൊരു
ഒരു ചാൻസ് കിട്ടിയതാണ് അദ്ദേഹത്തെ കാണാൻ പറ്റിയത്. പക്ഷെ അന്ന് എനിക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. അത് വലിയൊരു ദുഃഖമായിട്ട് ഇപ്പോഴും മനസ്സിൽ അവശേഷിക്കുകയാണ്. ലെജൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെയാണ് അല്ലെ. സാക്കിർ ഹുസൈൻ സാർ തബല കൊട്ടുമ്പോഴും റാഫി സാർ പാടുമ്പോഴും അപ്പൊ ആ ലെജൻസിനെയൊക്കെ നമുക്ക് എന്താണ് അവരുടെ ആ കഴിവുകൾ എന്നൊക്കെ നേരത്തെ നമ്മുടെ ജോമോൻ സാർ പറഞ്ഞ പോലെ അവരുടെയൊക്കെ ആ എറയിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെയൊക്കെ ഭാഗ്യം, നമ്മുടെയൊക്കെ പുണ്യം എന്ന് നമുക്ക് ഇവിടെ പറയുവാനുള്ളത്. എന്തായാലും മനോജ് സാർ വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും വളരെ ഭംഗിയായിട്ട് വളരെ അടുക്കും ചിട്ടയോടും കൂടി അദ്ദേഹത്തിന്റെ ആ ഒരു ജീവചരിത്രം നമ്മളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ എപ്പോഴും തബലയ്ക്ക് എപ്പോഴും ഉണ്ട്, താളമൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഈ കച്ചേരിയൊക്കെ കേൾക്കുമ്പോ അവിടെ ഈ എന്താ പറയാ അതിലുണ്ടാവില്ല ഒരു തനിയാവർത്തനം. അതൊക്കെ വളരെ ശ്രദ്ധയോട് വളരെ താല്പര്യത്തോടു കൂടി ഇങ്ങനെ കേൾക്കുന്ന ഒരാളാണ്. തനിയാവർത്തനമൊക്കെ മൃദംഗവും ഘടവും തമ്മിലുള്ള ആ പെരുക്കല്. അപ്പൊ ഹിന്ദുസ്ഥാനി സംഗീതത്തിലാണ് കൂടുതലായിട്ട്. നമ്മുടെ കർണാടിക് സംഗീതത്തിൽ മൃദംഗമാണെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ തബലയാണ്. തബലയിലാണ് അവരുടെ ജുഗൽബന്ദിയും പെരുക്കലൊക്കെ. അതൊക്കെ നേരിട്ട് കാണുവാൻ സാധിച്ചതിൽ വീഡിയോ കൂടെ ആണെങ്കിലും വളരെ വളരെ നന്ദി മനോജ് സാർ. ഒരു പക്ഷം കൂടി നന്ദി. അതുപോലെ തന്നെ ക്രിസ്മസ് മഞ്ഞിന്റെ രാവുകളായി അല്ലെ, സുലന്നൻ സാർ പറഞ്ഞ പോലെ എതിരാളികളോട് ക്ഷമിക്കാനും ശത്രുവിന് മാപ്പ് കൊടുക്കാനും നമ്മെ പഠിപ്പിച്ച ദൈവപുത്രന്റെ തിരുപ്പിറവി, അതാണ് അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ക്രിസ്മസ് വീണ്ടും നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു എപ്പിസോഡിൽ കൂടുതൽ നമുക്ക് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. നമ്മുടെയൊക്കെ ഇന്ത്യൻ സിനിമാ സംഗീതത്തിലെ തന്നെ ഗാനഗന്ധർവനായിട്ടുള്ള ഞാൻ ഷാബു സാറ് ഫ്രീസായി പോയല്ലോ സാബു സാറേ, വോയിസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പാട്ടുകൾ പാടി അങ്ങ് തുടങ്ങാം. സമയം 2 മണി ഓൾറെഡി 8 ആയല്ലോ. ഷാബു സാർ വരുമോ? സാർ ഉണ്ടല്ലോ. ഷാബു സാർ അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ചെയ്യും ഷാബു സാർ. ഞാൻ ഓഡിയബിൾ ആണോ സാർ? യെസ് ഓഡിയബിൾ ആണോ? യെസ്. ഓക്കെ. അപ്പൊ ജോമോൻ സാറിനെ ഫ്ലോറിലേക്ക് കൊണ്ടുവന്നതും ഒരുപാട് സന്തോഷം. കാരണം സാക്കിർ ഹുസൈൻ സാറായിട്ട് നേരിട്ട് സാറിന്റെ അനുഭവമൊക്കെ ഒരുപാട്. അപ്പൊ ആ വാക്കുകൾക്കൊക്കെ ഒരുപാട് നന്ദി. അപ്പൊ ക്രിസ്മസിന്റെ രാവുകളിൽ നമുക്ക് ക്രിസ്മസിനെ കുറിച്ച് പാട്ടുകൾ പാടണം അല്ലെ. ക്രിസ്മസിന്റെ ഒരുപാട് നല്ല പാട്ടുകൾ സാബു സാറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്തായാലും നമുക്ക് പാടാം. അപ്പൊ സലീൽ ചൗധരി സാറിന്റെ ഒരു യാത്രയിൽ കൂടിയാണ്, സംഗീതത്തിന്റെ യാത്രയിൽ കൂടിയാണൊക്കെ നമ്മളിങ്ങനെ സഞ്ചരിച്ചിരുന്നത്. നേരത്തെ സലീൽ ചൗധരിയെ ദേവരാജൻ മാഷ് പറഞ്ഞത് ആർക്കും അനുകരിക്കാൻ സാധിക്കാത്ത ഒരു സംഗീതത്തിന് ഉടമയാണ് സലീൽ ചൗധരി. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും ഹിറ്റ് ഗാനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ്. അപ്പൊ ഇനി ഈ കുറച്ചുകൂടി ഗാനങ്ങളുണ്ട്. അത് ഈ എപ്പിസോഡിൽ നമുക്ക് പറ്റുന്ന തരത്തിൽ നമുക്കത് ആലപിക്കാം. അപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് ആദ്യം ഒരു ക്രിസ്മസ് ഗാനത്തോടു കൂടി ഇന്ന് ആരംഭിക്കാം എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ ഗാനം, സിനിമാ ഗാനമല്ല, അല്ലാത്തൊരു ഗാനമാണത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗാനം. അതിന്റെ ഒരു 4 വരി ആലപിച്ച് നമുക്ക് തുടങ്ങാം. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. കാലിത്തൊഴുത്തിലും കാലായിലും കടലലയിലും കാൽവരിയിലും, കാലിത്തൊഴുത്തിലും
കാനായിലും കടലലയിലും കാൽവരിയിലും കാലം കാതോ തിരിക്കും അവിടത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലം കാതോ തിരിക്കും അവിടത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലൊച്ച കേട്ടു ഞങ്ങൾ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. തിരകളുയരുമ്പോൾ തീരം മങ്ങുമ്പോൾ തോണി തുഴഞ്ഞ് തളരുമ്പോൾ, തിരകളുയരുമ്പോൾ തീരം മങ്ങുമ്പോൾ തോണി തുഴഞ്ഞ് തളരുമ്പോൾ, മറ്റാരുമില്ലാശ്രയം നിൻ വാതിൽ മുട്ടുന്നു ഞങ്ങൾ. തുറക്കില്ലേ വാതിൽ മുട്ടുന്നു ഞങ്ങൾ, തുറക്കില്ലേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. എല്ലാവർക്കും ക്രിസ്മസ് ഗാനങ്ങൾ ആലപിക്കാം. ആദ്യത്തെ പാട്ട് ഇതാണ്, ഏറ്റവും ശാന്തമായ ഒരു പാട്ട്. ആരാ പാടുന്നേ? ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി, പിന്നിലെ താരകൾ ദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി. ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു. ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി, പിന്നിലെ താരകൾ ദൂതരിറങ്ങിയ മണ്ണിൽ സമാധാന രാത്രി. ഓക്കെ സർ. ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി, വെണ്ണിലെ താരക ദൂതർവിളങ്ങിയ മണ്ണിൻ സമാധാന രാത്രി. ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു. ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി, വിണ്ണിലെ താരക ദൂതറിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി. ദാവീദിൻ പട്ടണം പോലെ പാതകൾ നമ്മളലങ്കരിച്ചു. ദാവീദിൻ പട്ടണം പോലെ പാതകൾ നമ്മളലങ്കരിച്ചു. അത്രയും മതി, ശരിയാവില്ല. ഓക്കെ, താങ്ക് യു. ഓവർ. താങ്ക് യു സർ.
വേറെ ആരെങ്കിലും പാടുന്നോ? അടുത്ത പാട്ടിൽ പോവാം. ഓക്കെ, ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ടോടെ സായുജ്യം എന്ന് പറയുന്ന ആൽബത്തില്. സായുജ്യം എന്ന ചിത്രത്തിലെയാണ് KJ ജോയ് ഇണം പകർന്ന് യൂസുഫ് അലി കച്ചേരി രചിച്ച കാലിത്തൊഴുത്തിൽ പിറന്നവനെ. എല്ലാവരും എത്രയും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. പാടിക്കോളൂ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനെ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ. താങ്ക് യു സർ. പാടട്ടെ സർ? യെസ്, പാടിക്കോളൂ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനെ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ. താങ്ക് യു സർ. ഷേർലി മാം പാടി. കനിവിൻ കടലേ, അറിവിൻ പൊരുളെ, ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ. കനിവിൻ കടലേ, അറിവിൻ പൊരുളെ, ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ. നിൻ മുന്നിൽ വന്നിതാ നിൽപ്പൂ ഞങ്ങൾ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ മുന്നിൽ വന്നിതാ നിൽപ്പൂ ഞങ്ങൾ. ഹല്ലേലൂയ ഹല്ലേലൂയ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ. താങ്ക് യു. പഠിക്കും. കാലിത്തൊഴുത്ത് കാണുന്നില്ല സാർ മേലത്തെ. മതി. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനെ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ. താങ്ക് യു സർ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനെ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിടുന്നു.
ഹല്ലേലൂയ ഹല്ലേലൂയ. കാലിൽ തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ. താങ്ക് യു സർ. ഓക്കെ മാം, താങ്ക് യു. അടുത്ത പാട്ടിലേക്ക് പോകാം. അടുത്ത ഇനി ഒരു സലീൽ ചൗധരിയുടെ പാട്ടാണ്. ദുഃഖിതരെ പീഡിതരെ നിങ്ങൾ കൂടെ വരും. തോമസ് ലീഹ എന്നുള്ളൊരു ചിത്രത്തിലെ ഗാനമാണ് വയലാർ രചിച്ചത്. പാടിക്കോളൂ. ദുഃഖിതരെ പീഡിതരെ നിങ്ങൾ കൂടെ വരൂ, മർദ്ദനരെ മർദ്ദിതരെ നിങ്ങൾ കൂടെ വരൂ. ദുഃഖിതരെ പീഡിതരെ നിങ്ങൾ കൂടെ വരൂ, മർദ്ദനരെ മർദ്ദിതരെ നിങ്ങൾ കൂടെ വരൂ. നിങ്ങൾക്ക് സ്വർഗരാജ്യം സ്വർഗരാജ്യം. ഓക്കെ, അടുത്തത് ബത്ലഹേമിൻ ദീപമേ, ദൈവരാജ്യത്തിൻ സ്വപ്നമേ, നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു, നിന്റെ രാജ്യം വരുന്നു. ദുഃഖിതരെ പീഡിതരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് സ്വർഗരാജ്യം സ്വർഗരാജ്യം. പാടിക്കോളൂ. അടുത്ത ഒരു പാട്ടോടെ ദേവദൂതർ പാടി, വളരെ ഫേമസ് ഒരു പാട്ടല്ലേ. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഇന്നു നിന്റെ പാട്ടു തേടി കൂടു തേടിയാരോ വന്നു നിന്റെ പാണികളിൽ തൊട്ടു. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി. അതെ സാർ, താങ്ക് യു. ബിനമാം ഉണ്ടോ? ഷേർലി മാം, ഉഷ മാം. പാടിക്കോളൂ. അടുത്തത് അടുത്ത ആള്. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ഇന്നും നിന്റെ പാട്ടു തേടി കൂട്ടു തേടിയാരോ വന്നു നിന്റെ വീണയിൽ നിൻ പാണികളിൽ തൊട്ടു. ആടുമേക്കാൻ കൂടെ വരും പൈക്കളുമായി പാടി വരും കാതിലാരോ ചൊല്ലി. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. താങ്ക് യു. ഇനി നമുക്ക് സലീൽ ചൗധരിയിലേക്ക് പോവാം അല്ലേ? പ്രൊഫസറെ. യെസ്, സലീൽ ചൗധരിയുടെ മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്, ഒരു ഡ്യുവറ്റ് ആണത്. എയർ ഹോസ്റ്റസ് എന്നുള്ള ഒരു ചിത്രത്തിൽ മനോഹരമായിട്ടുള്ള എല്ലാവർക്കും പാടുവാൻ പറ്റിയ മനോഹരമായിട്ടുള്ള ഗാനമാണ്. മാനം കുന്നിന്മേൽ കൂടുകൂട്ടും എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിരിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ
ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിരിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളി വീടുണ്ടാക്കി. വെണ്ണക്കല്ല് കൊണ്ടുവന്നു വിണ്ണിലെ പൂത്തുമ്പി, ചന്ദനത്തിൻ വാതിൽ വെച്ചു ചന്ദ്രകലാശില്പി. പൊന്നുകൊണ്ടു താഴു തീർക്കാൻ വന്നു മിന്നാമിന്നി, വെണ്ണിലാവിൻ ചൂടുമണ്ണിൽ വെണ്ണിളിയും പൂശി. വാവാ നീ എൻ കുളിരേ, വാവാ നീ എൻ കുളിരേ, വാവാ നീ എൻ കുളിരേ, വാവാ നീ എൻ കുളിരേ. ഉമ്മാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. നല്ലൊരു താളത്തിലുള്ള ഒരു പാട്ടാണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. പാടിക്കോളൂ. ആരാ പാടുന്നേ? പാട്ടെ. ആ പാടും. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളി വീടുണ്ടാക്കി. ലാ 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 ലാ. La 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 la. വെണ്ണക്കല്ലു കൊണ്ടുവന്നു വിണ്ണിലെ പൂത്തുമ്പി, ചന്ദനത്തിൽ വാതിൽ വെച്ചു ചന്ദ്രകലാശില്പി. പൊന്നുകൊണ്ടു താഴു തീർക്കാൻ വന്നു മിന്നാമിന്നി, വെണ്ണിലാവാലൻ ചുവരിൽ വെൺകുളിരും പൂശി. വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ, വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. താങ്ക് യു സർ. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ മിന്നാടി. വെണ്ണിലാവലൻ ചുവരിൽ വെൺകുളിയും പൂശി. താങ്ക് യു സർ. അത് കാണുന്നില്ല. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളി വീടുണ്ടാക്കി. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ. മനോജ് സാറേ ഒന്ന് നോക്കുന്നു. എല്ലാവരും പാടിക്കോ. ഒരു അഭ്യർത്ഥന ഉണ്ട്, നിങ്ങൾ പാടുമ്പോ ഇത് ക്യാമറ ഒന്ന് ഓൺ ചെയ്യ്, കാണട്ടെ ആരൊക്കെയാണ് പാടുന്നത് എന്നുള്ളത്. ഞാൻ പാടാം. അതൊരു പ്രധാന കാര്യമല്ലേ. ഞാൻ പാട്ടെ. പാടും. പാടിക്കോളൂ പാടിക്കോളൂ. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തു കാട്ടരുവിയോരത്തു ആരാരോ സ്വപ്നം കൊണ്ടൊരു കളി വീടുണ്ടാക്കി. വെണ്ണക്കല്ലു കൊണ്ടുവന്നു വിണ്ണിലെ പൂത്തുമ്പി, ചന്ദനത്തിൻ വാതിൽ വെച്ചു ചന്ദ്രകലാശില്പി. പൊന്നുകൊണ്ടു താഴു തീർക്കാൻ വന്നു മിന്നാമിന്നി, വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. താങ്ക് യു സർ. താങ്ക് യു. എല്ലാവരും പാടിക്കോളൂ. റോയ് സാർ. മനോജ് സാറേ ഒരു രണ്ടുപേരി പാടും. മനോജ് സാറൊക്കെ ഉണ്ട്, എല്ലാവരും പാടിക്കോ. അൺമ്യൂട്ട്. ഞാൻ പാടാം സാറേ. എനിക്കൊരു മെലഡി പാട്ട് ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു നോക്കി. ഞാൻ മെലഡി പാട്ട് പാടുന്നില്ല. ഓക്കെ. മെലഡിയിലെ രാജകുമാരനാണ്.
അടുത്ത പാട്ട് നോക്കാം. ഓക്കെ ഷർലിമാൻ അടുത്ത പാടുന്നുണ്ടോ? അടുത്ത പാട്ട് പാട്ട് യെസ് യെസ് ആ. യെസ് ഞാൻ പാടാമെങ്കിൽ പാടാം. ഞാൻ അടുത്ത പാട്ട് ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. കന്നി കായ്ക്കും എന്റെ മാവിൽ അണ്ണാർ കണ്ണാവായോ, കണ്ണിമാങ്ങായാന്നെനിക്കു താഴെ വീഴ്ത്തിത്തായോ. എന്റെ കളി വീട്ടുമുറ്റത്തുണ്ണികൾ തൻ മേളം, എന്നും ഓണപ്പന്തടിച്ചു പാടിയാട്ടം മേളം. വാവാ നീ എൻ കുളിരേ, വാവാ നീ എൻ കുളിരേ, വാവാ നീ എൻ കുളിരേ, വാവാ നീ എൻ കുളിരേ. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. താങ്ക് യു. അനിൽകുമാർ സാർ താങ്ക് യു. ഒന്നും പാടിയില്ലല്ലോ. സാർ ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരോരോ സ്വപ്നം കൊണ്ടൊരു വീടുണ്ടാക്കി. യെസ്, ഇനി അടുത്ത പാട്ടില്ലേ? മനോജ് സാറേ രണ്ടുപേരും. താങ്ക് യു. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. അതിൽ സൽച്ചേരുടെ ടിപ്പിക്കൽ പാട്ടാണ് ഇത്. നമ്മുടെ വാണി ജയറാമല്ലേ ഷബു സാറെ പാടിയിരിക്കുന്നേ അല്ലേ? അതെ. വാണി അതെ അതെ, നല്ല ഇതൊരു മണികേരൻ. എന്താ പറയാ, സെക്സി സോങ്ങാ. ഒരു നല്ല എന്താ പറയാ, ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന സോങ് ആണ്. നല്ല ഓക്കെ ഓക്കെ. താങ്ക് യു താങ്ക് യു. ഇനി ആരാ? റോയ് സാർ പാടിയിട്ടില്ല. റോയ് സാർ പാടുന്നുണ്ടോ? റോയ് സാർ അൺമ്യൂട്ടായില്ല. ഓക്കെ, ഇത് പാടും. ഇത് വളരെ രസകരമായ ഒരു പാട്ടാണ്. ഇത് പാടി കേൾക്കണം. എല്ലാവർക്കും പാടാൻ കഴിയണ പാട്ടാ. അതാ ഇതോ? എല്ലാവരോടും പാടാൻ പറയുന്നത്. എല്ലാവരും പാടിയല്ലോ. ഈ പാട്ടാണ് പാടുന്നത്. ഇത് നല്ല പാട്ടാണ്. അൺമ്യൂട്ട്. യെസ് അതിൽ സൗരഭമാണെന്റെ സ്വപ്നം, 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 സ്വപ്നം. നിന്നെ ഞാൻ എന്തോ വിളിക്കും, എന്നെന്നും തളിർക്കുന്ന സൗന്ദര്യമെന്നോ. നിന്നെ ഞാൻ എന്തോ വിളിക്കും, എന്നെന്നും തളിർക്കുന്ന സൗന്ദര്യമെന്നോ. നിന്നെ ഞാൻ എന്തോ വിളിക്കും, എൻ ജീവനാളുന്ന സിന്ദൂരമെന്നോ. എൻ ജീവനാളുന്ന സിന്ദൂരമെന്നോ. എന്നാത്മസംഗീതമെന്നോ. നിന്നെ ഞാൻ എന്തു വിളിക്കും. സൗരായുധത്തിൽ വിടർന്നോരു കല്യാണ സൗഗന്ധികമാണീ ഭൂമി. അതിൽ സൗവർണ പരാഗമാണോ മനെ നീ. അതിൽ സൗരഭമാണെന്റെ സ്വപ്നം, 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 സ്വപ്നം. താങ്ക് യു. ശ്രീ മരുവാൻ പാടിക്കൂ. നല്ല മനോഹരമായ ഒരു പാട്ട്. ഞാൻ പാടട്ടെ സാറേ? ആ പാടും. ഞാൻ പാടട്ടെ.
സൗരയുധത്തിൽ വിടർന്നൊരു കല്യാണം സൗഗന്ധികമാണീ ഭൂമി. അതിൻ സൗവർണ പരാഗമാണോ നീ, അതിൻ സൗരഭമാണെന്റെ സ്വപ്നം. സ്വപ്നം 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 നിന്നെ ഞാൻ എന്തോ വിളിക്കും, എന്നും തളിർക്കുന്ന സൗന്ദര്യമെന്നോ നിന്നെ ഞാൻ ഓക്കെ, അടുത്ത പാട്ടിൽ പോകാം. ഇത് ഒരു നിമിഷം, ഈ പാട്ട് ONV കുറുപ്പാണ് ഇത് എഴുതിയത്. അപ്പൊ ONV കുറുപ്പിനോട് ഏറ്റവും അദ്ദേഹം എഴുതിയ പാട്ടുകളിൽ ഏറ്റവും അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു പാട്ടാണ് ഈ സൗരയുധത്തിൽ. ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഈ സലിൽ ചൗധരിയോട് കൂടെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ എഴുതിയത് ONV കുറുപ്പാണ്. അവർ തമ്മിൽ ഭയങ്കര ഒരു കോംബോ ആണ്, സലിൽ ചൗധരി ONV എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പങ്കുവച്ചാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ കൂടി ഉണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണ് ഈ ഒരു പാട്ട് എന്ന് അദ്ദേഹം പറയുന്നത്. ഓക്കെ, താങ്ക് യു. അടുത്ത മനോഹരമായ ഒരു പാട്ടാണ്, മനോഹരമായിട്ടുള്ള പരീക്ഷാനുഭവത്തിൽ അല്ലെ, ONV കുറുപ്പ് ഇതും ONV കുറുപ്പ്, സലിൽ ചൗധരി എന്തൊരു പാട്ടാ. നമ്മളെയൊക്കെ പഴയ പല്ലവി ഞാൻ പാടാം, അനുപല്ലവി ഒരാൾ പാടും. പല്ലവി അനുപല്ലവി ഒക്കെ സാറ് പഠിക്കോ? അല്ലല്ല, ഞാന് പല്ലവി പാടാം സാറേ. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമി വേദിയിൽ, ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമി വേദി. ഇനി അനുവലി ആർക്കെങ്കിലും പാടാം. വളരെ രാത്രി ഇരുട്ടത്ത് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഈ പാട്ട് പതുക്കെ വെക്കുക. പതുക്കെ വെക്കുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ പഴയ ഓർമ്മകളിലേക്കൊക്കെ ഇങ്ങനെ സഞ്ചരിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം. പാടിക്കോളൂ. ഞാൻ പാടാം സാറേ. പാടിക്കോളൂ. ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിഭഞ്ചിക പാടുന്നു അകലെയാണോ. ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിഭഞ്ചിക പാടുന്നു അകലെയാണോ. വിഷാദരാഗങ്ങളും വിരുന്നുകാരാ, ഓർമ്മകളെ കൈവള ചാത്തി വരൂ വിമുഖമി വേദി. ഏതോ ശോകാന്ത രാഗം ഏതോ ഗന്ധർവൻ പാടുന്നു. ഓ, ബാക്കി ആരും പാടും, ഞാൻ പാടണം. മധുപാത്രം എങ്ങോ ഞാൻ മറന്നുപോയി, മനസ്സിലെ സാരിക പറന്നുപോയി. മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി, മനസ്സിലെ സാരിക പറന്നുപോയി. വിദൂര തീരങ്ങളെ അവളെ കണ്ടു, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമി വേദി. ഏതോ ശോകാന്ത രാഗം ഏതോ ഗന്ധർവൻ പാടുന്നു. ഓ, ഓർമ്മകളെ. ഓക്കെ, താങ്ക് യു. അനിൽകുമാർ സാർ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ? അനിൽകുമാർ സാർ, പണ്ട് മനസ്സിലൊരു ശാരിക പറന്നു പോയിട്ടുണ്ടെന്ന് ഞാനത് കേട്ടപ്പോ മനസ്സിലായി.
ഓ, സാർ ഒരു അത്രയും ഫീലോട് കലാകാരനാണല്ലോ. കൂടിയാണ് പാടുന്നത്. ഏ ആ ആ ആ അത്രയും നമ്മള് ഫീലോട് പാട്ട് കൂടിയാണ് പാടുന്നത്. അല്ല നമ്മൾ അപ്പൊ ഏത് പാട്ട് അനിൽകുമാർ പാടി സാറ് ഭയങ്കര മനസ്സിലുള്ളവർക്കെല്ലാം ഫീലാണ്. അനിൽകുമാർ സാറ് വളരെ മനോഹരമായിട്ട് അതാ പറഞ്ഞത്. സൂപ്പറായിട്ട് പാടും. അപ്പൊ ആ മനസ്സിലെ ശാരിക പറന്നു പോയതിന്റെ ഒരു ഫീല് ഈ ഗാനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. അല്ല വേറെ എന്തായാലും കാര്യം, ഞാൻ നന്നായിട്ടുണ്ട്. ഏത് പാട്ട് പാടി അതിലോട്ട് ലയിച്ച് അതിന്റെ അർത്ഥം ആ, ഉൾക്കൊണ്ട് ലയിച്ച് പാടുന്ന ഒരു സ്വഭാവമുണ്ട്. അതെ. ദൈവ ക്രിസ്തീയ ഡിവോഷണൽ സോങ് മധുപാത്രം ആയാലും എങ്ങോ മറഞ്ഞുപോയി. മനസ്സിലെ ശാരിക പറന്നുപോയി, വിദൂര തീരങ്ങളെ അവളെ കണ്ടോ എന്നാണ് കവി ചോദിക്കുന്നത്. അപ്പൊ നമ്മളുടെ മനസ്സിലൊക്കെ സാബു സാറും ഇങ്ങനെ ഒരു ചിരിക്കുന്നുണ്ട്. എന്റെ മനസ്സിലും പണ്ടൊരു ശാരിക ഉണ്ടായിരുന്നു, അവളും പറന്നുപോയി. അപ്പൊ ശാരിക പറന്നുപോയവരൊക്കെ എല്ലാം ഈ പാട്ടൊന്ന് ഓർമ്മിക്കാൻ കേട്ടോ. അത്രയും മനോഹരമായിട്ടുള്ള വരികളാ. മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി, മനസ്സിലെ ശാരിക പറന്നുപോയി, മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി, മനസ്സിലെ ശാരിക പറന്നുപോയി, വിദൂര തീരങ്ങളെ അവളെ കണ്ടു, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമോഹമിവേദി, ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു. യെസ് സാബു സാർ, ശാരികനെ കുറിച്ച് പാട്. ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിഭജിക പാടുന്നു അകലെയാണോ, ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിഭജിക പാടുന്നു അകലെയാണോ, വിഷാദരോഗങ്ങളും വിരുന്നുകാരായി ഓർമ്മകളെ നിൻ കൈവള ചാർത്തി വരൂ വിനോദനിവേദി, ഏതോ ശോകാന്തകാകം ഏതോ ഗന്ധർവൻ പാടുന്നു, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമോഹമിവേദി. ഓക്കെ, റോയ് സാർ, ഓർമ്മകളുള്ളവർക്ക് പാടാം. ഞാൻ പാട്ട് റോയ് സാർ. കൈവള ചാർത്തി വരും വിമൂഖമിവേദി, ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവർ പാടുന്നു, ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിഭജിക പാടുന്നു അകലെയാണോ, വിഷാദരാഗങ്ങൾ വിരുന്നുകാരായി ഓർമ്മകളെ കൈവള ചാർത്തി വേദി, മധുപാത്രമെങ്ങോ മറന്നുപോയി, മനസ്സിലെ ശാരിക പറന്നുപോയി, വിദൂര തീരങ്ങളിൽ അവൾ കണ്ടു, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമോഹമിവേദി. സാബു സാറ്, ചോദ്യം റോയ് സാറിനോടാണ്. റോയ് സാറിന്റെ തിയേറ്ററിൽ ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞ പടം ഓടിച്ചിട്ടുണ്ട്. റോയ് സാറിന് തിയേറ്ററുകളിൽ പലതുണ്ടായിരുന്നു സ്വന്തമായിട്ട് ആ കാലത്തൊക്കെ. രാഗം തിയേറ്ററാണ് കളിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ പാട്ട് ഈ പറഞ്ഞ പോലെ പാടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു പണ്ട് മുതലേ. അത് തന്നെയല്ല, ഒരു അപ്രീസിയേഷൻ കിട്ടാത്തതുകൊണ്ട് പാടാണ്ട് വരുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ടല്ല മുതലാളിക്ക് എന്തിനാ പാട്ട് പാടുന്നതെന്ന്.
അല്ല, അല്ല അന്നത്തെ കാലത്തൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു സാറേ. ഈ പാട്ട് വരുമ്പോ ഇടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകുന്ന ആൾക്കാരാണ് അധികവും. പാട്ട് തീരുമ്പോഴകത്ത് സിനിമ കാണാൻ വേണ്ടി. അപ്പൊ അന്നത്തെ correct. കാലഘട്ടം അങ്ങനെയായിരുന്നു. അല്ല, എല്ലാവരുടെയും ഒരു പൊതുവായ അറിവിലേക്കാണ് ഞാൻ റോയ് സാർ ഈ പറഞ്ഞ സിനിമയായിട്ട് വളരെ ബന്ധമുള്ള ആളായിരുന്നു. സിനിമ രാഗം ജനങ്ങളെ രാഗം കാണി തിയേറ്ററാണ് സാറിന്റെ രാഗം തിയേറ്ററിന്റെ പേര് രാഗം അല്ലേ സാർ? രാഗം അതെ അതെ. അല്ലേ? എവിടെയാണ് അതെ. എവിടെയാണ് തലയോലപ്പുറം. എവിടെയാണ്? ഞാനൊക്കെ സിനിമ കണ്ടിട്ടുള്ളത് അതിൻ്റെ അകത്ത്. സാറിന്റെ അത് അറിയത്തില്ല. അല്ല ഏതാ സ്ഥലത്ത് എവിടെയാണ് രാഗം? തലയോലപ്പുറം. തലയോലപ്പുറം ഇപ്പൊ ഇല്ല. ഓക്കെ ഓക്കെ. ഷാബു സാർ തൃശ്ശൂരും ഒരു തലയോലപ്പറമ്പില് രാഗം theatre ഉണ്ട്. അക്കാലങ്ങളിലെ അല്ല ഒരൊറ്റ സെക്കൻഡ് കൂടെ തലയോലപ്പറമ്പില് ശരിക്കും പറഞ്ഞാല് റോയ് സാറിന്റെ ഒക്കെ ആ കാലത്ത് നല്ല ക്വാളിറ്റിയുള്ള തിയേറ്ററുകൾ വളരെ കുറവായിരുന്നു. വളരെ ചുരുക്കം തിയേറ്ററുകളുണ്ട്. അതിലൊന്നായിരുന്നു റോയ് സാറിന്റെ ഒക്കെ തിയേറ്ററുകൾ. ക്വാളിറ്റിയിലും ഒക്കെ നല്ലപോലെ സിനിമ ജനങ്ങളെ കാണിക്കാനൊക്കെ ഉള്ള നല്ല സാർ പിന്നെ അത് പിന്നെ പല കാര്യങ്ങളിൽ പിന്നെ അത് കൈമാറുകയൊക്കെ ചെയ്യെങ്കിലും ഒരുപാട് സിനിമകള് സാറിന് ഇപ്പോഴുണ്ടോ തിയേറ്റർ? ഇല്ല, ഇപ്പോഴില്ല. സാറൊക്കെ വിട്ടിട്ട് കുറെ കാലമായി. അത് ഇപ്പൊ എല്ലാ സിനിമാ തിയേറ്ററുകളുടെ കാലവും മാറിയില്ല. എങ്കിലും റോയ് സാറ് സിനിമയും സിനിമാ തിയേറ്ററുകളുടെ ഒക്കെ വളരെ നോളജിലുള്ള ഒരാളാണെന്നുള്ള ചെറിയ നോട്ടോടുകൂടി അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. എനിക്ക് തോന്നി സാർ പാടി കേട്ടപ്പോൾ പഴയ ആ തിയേറ്റർ ഓർമ്മകളൊക്കെ പുറകോട്ട് പോയി എന്ന്. ഓർമ്മ അതെ, ഞാൻ ഓർമ്മ. ഈ അതുകൊണ്ട് ഞാൻ ബിസിനസ്സിന് സിനിമാ തിയേറ്റർ താല്പര്യമില്ലായിരുന്ന ആളാണ്. ഇടയ്ക്ക് വന്ന് പെട്ടുപോയത്. അപ്പൊ പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ. തൃശ്ശൂര് ഒരു ഫേമസ് ആയിട്ടുള്ള രാഗം തിയേറ്റർ കേട്ടോ. തൃശ്ശൂരെ അല്ല, ഇത് ന്യൂ ഒരു രാഗമാണ്. ഫേമസ് ആയിട്ടുള്ള ന്യൂ രാഗം രാഗം. തിയേറ്റർ ഉണ്ട്. കേട്ടിട്ടുണ്ടാവും. രാഗമല്ല, ന്യൂ രാഗം. അതെ അതെ. ഓക്കെ. അത് ആദ്യമായിട്ട് 70 mm ഓടുന്നതൊക്കെ തൃശ്ശൂരാണ്. ഇപ്പൊ അത് ജോർജ് ഉട്ടൻസ് ആയി രാഗം. ഓ, ഓക്കെ. അപ്പൊ നമുക്കിന്ന് അടുത്ത ഒരു പാട്ട് മേലെ പൂമഴ. ഓക്കെ. അടുത്ത പൂമഴ മേലെ പൂമഴ താഴെ പൂമഴ. ഇത് അനിൽ ചൗധരിയുടെ ONV കൊടുത്തു. പാടിക്കോളൂ. പളുന്തോർക്കും നിലാവിൽ മഞ്ചലിൽ കാറ്റേ വാ നീ വാ നീ വാ മേലെ പൂമഴ താഴെ തേനല കാറ്റേ വാ പാടപ്പൂ കല്ലിക്ക് അനിൽ ചൗധരിയുടെ ചില നോട്ടുകൾ ഉണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാറ്റേ വാ. ഹലോ. പറഞ്ഞോ ഷാബു സാർ പറയും. യെസ്. സലിൽ ചൗധരിയുടെ ചില നോട്ടുകൾ മാറ്റാൻ അദ്ദേഹം സമ്മതിക്കില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിലിപ്പോ ഈ ഒരു പാട്ടില് കാറ്റേ വാ നീ വാ നീ വാ എന്നാ പറയുന്നത്. നീ എന്ന് നീട്ടുന്നില്ല. അപ്പൊ ഈ ചില നോട്ടുകൾ മാറ്റാൻ പറയുമ്പോൾ അദ്ദേഹം സമ്മതിക്കില്ല. മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ അദ്ദേഹം അത് തന്നെ വാശി പിടിക്കും. അങ്ങനെ ഒരു പാട്ടാണ്, നല്ലൊരു പാട്ടാണ്. ഷാബു സാർ പറഞ്ഞതിന് അനുബന്ധമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സാർ. ആ ഈ സലിൽ ചൗധരിയുടെ ഗാനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സലിൽ ചൗധരിയുടെ അദ്ദേഹം ബംഗാളി സിനിമയിലായിരുന്നു ആയിരുന്നല്ലോ. അതെ അദ്ദേഹത്തിന്റെ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ മലയാള പാട്ടുകളുടെ എല്ലാ ട്യൂണുകളും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓൺ ട്യൂണുകൾ ബംഗാളി ബംഗാളി സിനിമയിലായിരുന്നു അതെ അദ്ദേഹം അതെ അതെ അപ്പൊ അതെ അതെ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പല ഈ പാട്ടിന്റെ അടക്കമുള്ള ബംഗാളിയും ഹിന്ദി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചില പാട്ടുകൾ ഹിന്ദിയിലും ഹിന്ദി പക്ഷേ ഉണ്ട് ഹിന്ദി ഉണ്ട് ഹിന്ദിയുണ്ട്. ഷാബു സാർ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സാറ് നേരത്തെ ഒരു വാചകം പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ONV സാറാണ് ശരിക്കും പറഞ്ഞാൽ സലിൽ ചൗധരിയുടെ പാട്ടുകൾക്കെല്ലാം അതെ അതെ വരികൾ എഴുതിയിരിക്കുക. അതിന്റെ കാരണം കൊണ്ടാണ് എന്താ പറയുക സാറേ, ഇദ്ദേഹം ഈ പാട്ട് കമ്പോസ് ചെയ്തിട്ട് വരികൾ എഴുതാൻ തുടങ്ങിയ കാലത്തെക്കുറിച്ച് നമ്മൾ വേറൊരു പുസ്തകത്തിൽ പറയും. അതിലേറ്റവും പ്രമുഖനായിരുന്നു ബഹുമാനപ്പെട്ട ONV സാറും. എത്ര മനോഹരമായിട്ടുള്ള പ്രത്യേകിച്ച് സലിൽ ചൗധരിയുടെ പാട്ടുകൾ അതെ കേൾക്കും നമ്മളെ അതെ പാട്ടും അതെ കഥകളും ലൈനും ഒക്കെ ഏറ്റവും സ്വാധീനിച്ചത് ഈ ഒറ്റ കാര്യം കൊണ്ടാണ്. കാര്യം അത്ര തീർച്ചയായിട്ടും മനോഹരമായിട്ടാണ് ONV സാറ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സലിൽ ചൗധരി സാറിന്റെ മിക്ക പാട്ടുകളും അതിന്റെ ട്യൂണ് മാത്രം ചില്ലറ വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കും. എങ്കിലും ആ പാട്ടിന്റെ സ്ട്രക്ചറിലെ പല്ലവി അനുപല്ലവി ചരണമൊക്കെ എല്ലാം പുള്ളി ബംഗാളി വളരെ തന്നെ ബംഗാളി തന്നെ ആയിട്ട് ബംഗാളി. അതുകൊണ്ടാണ് ഇപ്പൊ അതെ ഷാബു സാറ് കറക്റ്റായിട്ട് പറഞ്ഞ് ഒരു നോട്ടും ഒരു 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 അതിന്റെ മെഷർമെന്റും മീറ്ററും ഒന്നും മാറ്റാനായിട്ട് പുള്ളി അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സംഗീതനായിരുന്നു. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു ഗാനത്തിലുണ്ടായിരുന്നു അത്. അതെ 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 അതെ. ഇതിന്റെ അപ്പൊ കാരണം എസ് ഇതാണ്. ജാനകി പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് സാർ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇല്ലില്ല ഞാൻ പറയുന്ന മാതിരി എന്നെ പാടണം എന്ന് പറഞ്ഞു. എന്നിട്ട് എസ് ജാനകി പിന്നെ മലയാളത്തിൽ അത് പാടി കൊടുത്തപ്പോ ആൾക്ക് ഇഷ്ടമായി. അപ്പൊ അങ്ങനെ അത് മാറ്റി. അത് ഒരു അതെ പാട്ടുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാട്ട്. അതെ അതെ അപ്പൊ അപ്പം ഒരു പ്രത്യേക രീതിയിൽ അതാണ് ഇപ്പൊ ഇതിൽ നമുക്ക് മുറിക്കാന്നൊക്കെ പറയില്ലേ. കാറ്റേ വാ നീ വാ നീ വാ
എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇതിലെല്ലാം കാണാം, ഈ പാട്ടുകളിലെല്ലാം കാണാം ഇതുപോലത്തെ ഒരു പാട്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ രസം. അപ്പൊ ONV സലിൽ ചൗധരിയും കൂടി ഒരുമിച്ച് ആ പാട്ട് ഹിറ്റാന്നർത്ഥം. കറക്റ്റാണ്. ആദ്യം കഴിഞ്ഞതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീകുമാര തമ്പി വന്നപ്പോ അദ്ദേഹത്തിന് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, താല്പര്യം ഉണ്ടായിരുന്നില്ല വിഷുക്കണി എന്നുള്ള ചിത്രത്തിൽ ആദ്യമായിട്ട് വന്നപ്പോ. ഇയാളെ മാറ്റാനൊക്കെ പറഞ്ഞു, പക്ഷെ നിർമ്മാതാവ് സമ്മതിച്ചില്ല, അദ്ദേഹത്തെ തന്നെ വിട്ടു. അപ്പൊ അദ്ദേഹത്തിന് വലിയൊരു പല്ലവി, നീണ്ടൊരു പല്ലവിയെ കൊടുത്തു. പക്ഷെ ശ്രീകുമാരൻ തമ്പിയും ആളും മിടുക്കനാണല്ലോ, എത്ര വലിയ ഗാനങ്ങൾ കിട്ടിയാലും അതിനനുസരിച്ച് ട്യൂൺ ഇട്ടാലും അദ്ദേഹം ട്യൂൺ ഇടും, അല്ലെ വരികൾ എഴുതും. അങ്ങനെ മനോഹരമായിട്ട് അവർ എഴുതി. എന്തായാലും പിന്നീട് അദ്ദേഹത്തിന്റെ ശ്രീകുമാരൻ തമ്പി നിർമ്മിച്ച ഗാനങ്ങൾ അല്ല ചിത്രങ്ങളിൽ സലീൽ ചൗധരി ഈണമിട്ടു. അങ്ങനെ വളരെ മനോഹരമായിട്ട് അവരുടെ ആ കോമ്പിനേഷനും അങ്ങനെ പോയി. അപ്പൊ എന്തായാലും പാടിക്കോളൂ, നല്ലൊരു പാട്ടാണ്. ഷാബു സാർ എപ്പോഴും കോമ്പിനേഷൻ ആയിരുന്നല്ലോ, നമ്മള് ദേവരാജൻ വയലാർ സാറ്, അതെ അതെ ശ്രീകുമാര തമ്പി സാറും നമ്മുടെ ദക്ഷിണാമൂർത്തി സാറും ദക്ഷിണാമൂർത്തി സ്വാമികളും ആയിരുന്നല്ലോ കോമ്പിനേഷൻ. അതുപോലെ അതെ തന്നെ ശ്രീകുമാരൻ തമ്പി, വേറൊരു ദക്ഷിണാമൂർത്തി, കോമ്പിനേഷൻ ശ്രീകുമാരൻ തമ്പി, അർജുനൻ, ഇവരൊക്കെ രണ്ട് അർജുനൻ കൂട്ടുകെട്ടായിരുന്നു. ഉണ്ടായിരുന്നു. യെസ് യെസ് യെസ്. അതുപോലെ തന്നെയുള്ള കൂട്ടുകെട്ടുകളിൽ ഈ പറഞ്ഞ പോലുള്ള ഏറ്റവും നല്ല കോമ്പിനേഷൻ സിനിമാ ഗാനങ്ങൾ മലയാളത്തിൽ ഉണ്ടായത് സലിൽ ചൗധരിയും ONV ആണെന്നുള്ളതിന് അതെ അതെ യാതൊരു ONV. തീർച്ചയായിട്ടും. യെസ്, പാടിക്കോളൂ. പാട്ടെ സാർ രണ്ടുപേരി. യെസ്. മേലെ പൂമല താഴെ തെനല കാറ്റേവാ പാലപ്പും കഞ്ഞി പളുങ്കു കോർക്കും നിലാവിൻ മഞ്ചലിൽ കാറ്റേവാ നീവാ നീവാ മേലെ പൂമല താഴെ തെനല കാറ്റേവാ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. പാടിക്കോളൂ. ഓക്കെ, ആരുമില്ല ഇനി പാടാൻ? അതൊക്കെ ഇനി പോയി സാറേ, ആളുകളൊക്കെ. ഷാബു സാറേ ഒരു പാട്ടോടെ പറയാൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ എന്നിട്ട്. ഇതാണ് കേളി നളിനം. ഷാബു സാറേ, ഞാൻ ആ. ഒരു കാര്യം സൂചിപ്പിച്ചിട്ട്, എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പറയട്ടെ. ഒരു പറഞ്ഞോളൂ. ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഏറ്റവും അവസാനം അത് പാടുകയും ചെയ്യാം. ഇപ്പൊ കേളി നളിനം കഴിഞ്ഞിട്ട് അവിടെ മദനോത്സവം എന്ന് പറഞ്ഞ സിനിമയിൽ അതിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പാടിയിരുന്നില്ല. അതിനകത്തെ പാട്ട് ഞാൻ മിസ് ചെയ്തോണ്ടായിരിക്കും. ഏത് പാട്ടാ? സാഗരമേ ശാന്തം അത് പാടിയിരുന്നോ? അത് കഴിഞ്ഞ എപ്പിസോഡിൽ പാടി. സാറ് പാടിക്കോ, നോ ഇഷ്യൂ. പാടിയോ? അത് വലിയൊരു പാട്ടല്ലേ സാറേ? അപ്പൊ ഞാൻ അതിന്റെ രണ്ടുപേരും പാട്, നോ ഇഷ്യൂ. നല്ല പാട്ടല്ലേ? സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ ചൈത്രദിനവധു പോകയായി ദൂരയാത്ര മൊഴിയുമായി സാഗരമേ ശാന്തമാകനീ. അപ്പം ഇതൊരു ആ സിനിമയിൽ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിന്റെ സാർ ആ സീൻ ഓർക്കുന്നുണ്ടാവും. ആ സിനിമയുടെ ശരിക്കും ഒരു അടിപൊളി പാട്ടുകളാണ്. അതുപോലെ പ്രത്യേകിച്ചും ആ സിനിമയുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കഥ മാറ്റുന്ന പോലും ഈ പാട്ടിലൂടെയായിരുന്നു. പിന്നെ അനുപല്ലവി സാറേ ഒന്ന് പാട്ട് സാറേ. അനുപല്ലവി എനിക്ക് ചിലപ്പോൾ അതിന്റെ റേഞ്ച് കിട്ടാത്തതുകൊണ്ടാണ്. ഷാബു സാറ് അനുപല്ലവി എന്നും പാടി കേൾക്കാനുള്ള ഇതുണ്ട്. നമുക്ക് പാടുന്ന കേൾക്കുന്ന ഒരു സുഖമാണല്ലോ. കൂട്ടിൽ വിഷാദാദ്രമെന്തേ പാടി 100 ചൈത്ര സന്ധ്യാരാഗം പൂത്തൂക്കാവിൻ നാൽപ്പാവിൻ പൂത്തൂക്കാവിൻ നാൽപ്പാവിൻ സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ ചൈത്രദിനവധു പോകയായി ദൂരെ യാത്ര
മൊഴിയുമായി സാഗര ശാന്ത മാഗനി. ആ അടിപൊളി. നമ്മുടെ അനിൽകുമാർ സാറ് പോയ സാറുണ്ടായിരുന്നില്ല, അടുത്ത നമുക്ക് പഠിക്കായിരുന്നു അടുത്ത സാൻസ. കുമാർ സാർ പോയി. ഓക്കെ, സാബു സാറ് പാടിക്കോളൂ. സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ ചൈത്രദിനവധു പോകയായി ദൂരെ യാത്ര ഓക്കെ, നമുക്ക് ആ ഫൈനൽ പാട്ടിലേക്ക് പോകാം. ഇതായിക്കോട്ടെ, എന്നാ ഇതങ്ങനെ ആക്കാം. നീലപ്പൊൻപാൽ. മാധുരി, വയലാർ ചന്ദ്രവർമ്മ. നെല്ലിലത്തെ പാട്ടാണ്. നെല്ല് ഇത് വയലാറാണ് ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത്. നീലപ്പൊന്മാനെ, എന്റെ നീലപ്പൊന്മാനെ, വെള്ളിവെയില് നെയ്ത പുടവ വേണു, പുളിയിലക്കര പുടവ വേണു, ചോലപ്പൊന്മാനെ. നീലപ്പൊന്മാനെ, എന്റെ നീലപ്പൊന്മാനെ, വെള്ളിവെയിലു നെയ്ത പുടവ വേണു, പുളിയിലക്കര പുടവ വേണു, ചോലപ്പൊന്മാനെ. പാടിക്കോളൂ. കാക്കപുലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി. കാക്കപുലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി. കൊച്ചു കാവളം കാളി തങ്കത്താലി തീർക്കാറായി മനസ്സെ തേൻ കുടിക്കൂ നീ. നീലപ്പൊന്മാനെ, എന്റെ നീലപ്പൊന്മാനെ, വെള്ളിവിയലും പുടവ തരുമോ, പുളിയിലക്കര പുടവ വേണോ, ചോലപ്പൊന്മാനെ. താങ്ക് യു. വീട്ടിലെത്താൻ നേരമായി, മുളം കൂട്ടിലെത്താൻ നേരമായി, വീട്ടിലെത്താൻ നേരമായി, മുളം കൂട്ടിലെത്താൻ നേരമായി, കൊച്ചു കന്നിപ്പൂവാലി കന്നിമാല കോർക്കാറായി മനസ്സേ തേൻ കുടിക്കൂ നീ. നീലപ്പൊന്മാനെ, എന്റെ നീലപ്പൊന്മാനെ, വേണു, പുളിയിലക്കര പുടവ വേണു, ചോലപ്പൊന്മാനെ. റോയ് സാറേ, അഡ്മിറ്റ് പാടും. നീലപ്പൊന്മാനെ, എന്റെ നീലപ്പൊന്മാനെ, വെള്ളിവെയിലു നെയ്ത പുടവ വേണു, നീലപ്പൊന്മാനെ, പുളിയിലക്കര പുടവ വേണു, ചോലപ്പൊന്മാനെ. നീലപ്പൊന്മാനെ, എന്റെ നീലപ്പൊന്മാനെ, കാക്കപ്പുലനാൾ പുലരിയുന്നു കാവിലെല്ലാം കാവടി. കാക്കപ്പുലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി. കൊച്ചു കാവളം കാളി തങ്കത്തീലി തീർക്കാറായി മനസ്സേ തേൻ കുടിക്കൂ. നീലപ്പൊന്മാനെ, എന്റെ നീലപ്പൊന്മാനെ. അടിപൊളി. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം. അടിപൊളിയുണ്ട്. അപ്പൊ കൺക്ലൂഡ് ചെയ്യൂ സാർ.
ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ഗന്ധർവനാദം, അതായത് നമ്മുടെ മുഹമ്മദ് റാഫി സാബിന്റെ നാളെ ഡിസംബർ 24 അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തെ ഓർമ്മിക്കാതെ നമുക്കും കടന്നു പോകാനായിട്ട് പറ്റില്ല. ചിരാഗ് എന്നൊരു സിനിമ നിങ്ങൾ കേട്ടിട്ടുണ്ടായി? 1969 ഇറങ്ങിയ ചിരാഗ് എന്നൊരു സിനിമ. മജ്രുബുൽ സുൽത്താൻപുരി എഴുതിയ മനോഹരമായിട്ടുള്ള വരികൾ. അതിന്റെ മലയാളം അർത്ഥമൊക്കെ ഞാൻ തേടി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ണുകളെ പറ്റിയിട്ട് ഒരു പാട്ടുണ്ട്. അത് നമ്മുടെ മദൻ മോഹൻജിയാണ് ഈണം പകർന്നത്. മദൻ മോഹൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള. മദൻ മോഹൻജി ലതാ മങ്കേഷ്കർ കൂട്ടുകെട്ടില് ഒരുപാട് മനോഹരമായിട്ടുള്ള ഗാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു 2 വരി ആ പാട്ടിന്റെ ഒന്ന് നമുക്കൊന്ന് മൂളാം. तेरी आँखों के सिवा दुनिया में रखा क्या है, तेरी आँखों के सिवा दुनिया में रखा क्या है, ये उदय सुबह चले ये झूठे शाम चले, मेरा जीना मेरे मरना इनकी पलकों के तले, तेरी आँखों की सिवा दुनिया में रखा क्या है, बहारों फूल बरसाई मेरा महबूब आया है, मेरा महबूब आया है, बहारों फूल बरसाई मेरा महबूब आया है, मेरा മെഹബൂബ് ആയാ ഹേ. ഒരുപാട് ഗാനങ്ങളുണ്ട്. ആർക്കെങ്കിലും 2 വരി പാടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാഫിയുടെ പാട്ടുകളൊന്ന് പാടാം. മനോജ് സാർ ആരെങ്കിലും ട്രിബ്യൂട്ട് അദ്ദേഹത്തിന് വായിക്കട്ടെ. ചാന്ദ് ഹോ യാ, നമുക്ക് ഈ ഹിന്ദി പാട്ടുള്ള വരികളാണ് അതൊക്കെ. വെരി ഗുഡ്, അടിപൊളി. ബോംബെ രവിയുടെ ഈണത്തില് വന്നൊരു മനോഹരമായിട്ടുള്ള ഗാനമാണ്. ഈ റഫി സാബിനെ ഓർമ്മിക്കാൻ പറയുന്നത് പലയിടത്തും. റഫി സാബിന് റഫി നൈറ്റ് എന്ന് പറഞ്ഞ് പലയിടത്തും പ്രോഗ്രാം നടക്കുന്നുണ്ട്. എറണാകുളത്ത് പോലും പരിപാടി നടക്കുന്നുണ്ട്. അപ്പം മുഹമ്മദ് റാഫി സാബിനെ കുറിച്ച് എന്താ പറയുക? ഏറ്റവും അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. എല്ലാം ലെജൻസ് ആയിട്ടുള്ള. നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇവരെ പോലുള്ളവരൊക്കെ വരുമോ? അങ്ങനെയുള്ള ഒരു കാലഘട്ടം വരുമോ? അന്നൊക്കെ നമുക്ക് അവരെയൊക്കെ ആസ്വദിക്കുന്ന കാലഘട്ടവും പോയി. അതെ. പിന്നെ റെക്കോർഡിംഗ് ഉള്ള കാരണം അതെല്ലാം ഒരു പവിഴമുത്തുകളായിട്ട് ഇപ്പോഴും നമുക്ക് കേൾക്കാനും അതൊക്കെ വീണ്ടും ഒരിക്കൽ കൂടിയാണ്. ഇപ്പോഴാണ് വളരെ സൗകര്യമായി നമുക്ക് യൂട്യൂബിലൊക്കെ ആണെങ്കിൽ വളരെ ഏത് പാട്ട് ഏത് സമയം വിരൽത്തുമ്പിൽ കേൾക്കാൻ. അപ്പം എനിക്ക് വരികൾ അറിയാത്തതുകൊണ്ട് എല്ലാ പാട്ടുകളും മനസ്സിലായി. റാഫി സാബിനെയൊക്കെ നമ്മൾ ജനിച്ച നാളുപോലെ കേൾക്കുമ്പോൾ പണ്ടത്തെ റേഡിയോയിൽ കൂടെ ഒക്കെ കേട്ട പാട്ടുകൾ ഇന്നും മനസ്സിൽ നിൽക്കുന്നു. നമുക്ക് അത് ഭാഷാപരമായ എന്താണ് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും സംഗീതമാണല്ലോ നമ്മൾ അതിനകത്തെ റാഫി സാഹിബിൽ കൂടെ കിഷോർദായിൽ കൂടെ ലതാ മങ്കേഷ്കറിൽ കൂടെ എല്ലാവരും കേട്ടത്. അപ്പം ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ തീർച്ചയായിട്ടും നല്ലതാണ്. ഇത് ഓർക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ ഷാബു സാർ? അപ്പം അതിനുള്ള ഓരോരോ വേദികൾ വരട്ടെ. നമുക്ക് ഇവരെയൊക്കെ ഇങ്ങനെ ഓർമ്മിക്കാനും ആദരിക്കാനും 2 വാക്ക് ഒരു എപ്പിസോഡ് വെക്കായിരുന്നോ? എല്ലാവർക്കും താല്പര്യമുണ്ട്. ഹിന്ദിയൊക്കെ ഫെമിലിയർ ആൻസറി ഒരു എപ്പിസോഡ് വെക്കാം നമുക്ക്. അതെ. ഞാനിപ്പോ പറയാൻ തുടങ്ങുകയാണ് സാർ. അത് പറഞ്ഞു. അതെ, നമുക്ക് ഹിന്ദി പാട്ട് ഫേമസ് ഹിന്ദി ഗാനങ്ങൾ വെച്ചിട്ട് ഓർമ്മ വെക്കാം. അതെ, വരികൾ കിട്ടിയാൽ പാടില്ല. ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പം മലയാളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പാടാ, അതിന്റെ ഏറ്റവും വലിയ പാട്. അത് നമുക്ക് അതിലൊന്നും നോക്കി പാടല്ല. ഇവ ഇംഗ്ലീഷിലും മംഗ്ലീഷിലും എഴുതി പാടല്ല. അതെ, ഏതായാലും പാട്ടൊക്കെ അടിപൊളി പാട്ടാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം വളരെ മനോഹരം. താങ്ക് യു മനോജ് സാർ, സാറിന്റെ ഗസ്റ്റ്. മനോജ് സാറിന് പ്രത്യേകം നന്ദി. താങ്ക് യു സാർ. നോ പ്രോബ്ലം സാർ. താങ്ക് യു വെരി മച്ച്. നമുക്ക് ഇതെല്ലാം ഓർക്കാനും കേൾക്കാനും ഒരുമിച്ച്. ഞാൻ സാറിന്റെ ഫണ്ടമെന്റൽസ് ഓഫ് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽസിനെ കുറിച്ച് ചെറിയൊരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്താണെന്നുള്ള ഒരു ചെറിയ എത്തിനോട്ടം. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളിലും പ്രപഞ്ചത്തിലും ഒക്കെ നിൽക്കുന്ന ആ കോൺഷ്യസ്നെസ് എന്താണെന്നുള്ള ചെറിയ ചിന്തകൾ നമുക്ക് നാളെ പോകും അല്ലേ? ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഈ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ആളൊരു
മൃദംഗ വിദ്വാൻ തബല വിദ്വാൻ എന്ന് മാത്രം മനസ്സിലാക്കിയിരുന്നുള്ളൂ എങ്കിലും അദ്ദേഹത്തോട് കൂടുതൽ ഒരു ആരാധന തോന്നാനുള്ള ഒരു സാഹചര്യം മനോജ് കുമാർ സാറിൽ നിന്നുണ്ടാക്കി. കാരണം അത് അത്രമാത്രം ഒരു എൻജോയ് ചെയ്യാൻ പറ്റി. കാരണം അത് ഒരു തബല വിദ്വാൻ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അല്ലാതെ അദ്ദേഹത്തെ ഒന്ന് ശരിക്ക് അടുത്തറിയാനും അദ്ദേഹത്തിന്റെ ഇതൊന്ന് എൻജോയ് ചെയ്യാനും ഒരു അവസരം ഒരുക്കിയ മനോജ് കുമാർ സാറിനോട് ഒത്തിരി അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. താങ്ക് യു സർ. നമ്മളെല്ലാവരും ആസ്വദിച്ചു. എനിക്കറിയാവുന്ന ലിമിറ്റഡ് നോളജ് വെച്ചാണ് നന്നായിരുന്നു. ജോമോന് ഇവിടെ വന്നത്, ജോമോന് വേറൊരു ജോമോന് ഈ റെക്കോർഡിങ്ങിനൊക്കെ വായിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ സ്റ്റുഡിയോ ഉണ്ട്, മകൻ പലാജിനും ഒക്കെ. അപ്പൊ അദ്ദേഹത്തിന് വേറൊരു റെക്കോർഡിങ്ങിൽ പങ്കെടുക്കേണ്ട, അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞിരുന്നു പോവാണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചുള്ള ഒരു ജോമോന്റെ പേരിലുള്ള അദ്ദേഹം ഇവിടെ വരാനുള്ള ഇതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ജോമോനും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളോട് 2 വാക്ക് സംസാരിച്ചതിന് സാബു സാർ. ഓവർ ടു യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് സാബു സാർ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. താങ്ക് യു. ഇന്നത്തെ